ചന്ദ്രശേഖർ ആരെന്ന് The most respected Minister of State for Skill Development, Entrepreneurship, Electronics and Information Technology, Sri Rajiv Chandrasekhar ji, Honorable Pro-Chancellor of Nurul Islam Center for Higher Education, Deemed University, and Managing Director of NIMS Medicity, Sri M.S. Faisal Khan, Pro-Vice Chancellor of Nurul Islam Center for Higher Education, Dr. Shajin Nargunam, Medical Administrator of NIMS Medicity, Dr. Manju Thambi, learned teachers and professors from various institutions of Nurul Islam Group, students of Nurul Islam Group, other dignitaries, invitees, ladies and gentlemen, ellarkum nalla namaskaram. I am indeed privileged. ഞാൻ പറയുന്നില്ല, let us hear it. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കാം. പ്ലീസ് പ്ലേ. पहला, भारत 2030 तक नॉन एनर्जी 100 गीगावाट तक पहुंचाएगा. भारत 2030 तक अपनी 50% एनर्जी रिक्वायरमेंट्स रिन्यूएबल एनर्जी से पूरी करेगा. तीसरा, भारत अब से लेकर 2030 तक के कुल प्रोजेक्टेड कार्बन एमिशन में 1 बिलियन टन की कमी करेगा. चौथा, 2030 तक भारत अपनी अर्थव्यवस्था की कार्बन इंटेंसिटी को 45% से भी कम करेगा. और पांचवा, वर्ष 2070 तक भारत नेट जीरो का लक्ष्य हासिल करेगा. पहला, ബഹുമാന്യരെ, ഇതിൽ പരം സന്തോഷിക്കാൻ നമുക്ക് എന്തൊരു വിഷനാണ് വേണ്ടത്. 2021 അദ്ദേഹം COP26 നൽകിയ ഒരു വിഷനാണ്. പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോസിൽ ഫ്യൂൽസ്, ഡീസൽ, പെട്രോൾ പോലുള്ള ഫോസിൽ ഫ്യൂൽസിൻ്റെ ഉപഭോഗം 50% നമ്മൾ 2030 ആകുമ്പോൾ കുറയ്ക്കും. ബട്ട് റിന്യൂവബിൾ എനർജിയിൽ നിന്നുള്ള എനർജി റിസോഴ്സസ് എന്ന് വെച്ചാൽ 2070 ആകുമ്പോൾ ഇന്ത്യ വിൽ ബി എ നെറ്റ് സീറോ എമിഷൻ കൺട്രി. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മഹത്തരമായ ഒരു സ്വപ്നം. ഇതിൽ പരം വലിയൊരു സ്വപ്നം യുവാക്കളായ നിങ്ങൾക്കും ഞങ്ങൾക്കും വേറെ എന്താണ് വേണ്ടത്? ആ സ്വപ്നത്തിനെയാണ് ഞങ്ങളിന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരും, ഭാരതീയരെല്ലാവരും തന്നെ അവരുടെ ബ്ലഡ് ആൻഡ് ഫ്ലഷിൽ ഉൾക്കൊണ്ട ഒരു വിഷനായിരുന്നു അത്. അതിൻ്റെ കൂട്ടത്തിൽ നിംസ് മെഡിസിറ്റിയുടെയും ഒരു ചെറിയ ഭാഗം എന്നുള്ള നിലയ്ക്ക് വി ഹാവ് ഓൾസോ അലൈൻഡ് അവർ സെൽഫ് വിത്ത് ദ വിഷൻ ഓഫ് അവർ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ. അതാണ് നമ്മൾ ഇന്നിവിടെ ആഘോഷിക്കുന്നത്. അദ്ദേഹം നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, അദ്ദേഹം നിംസിൽ വിസിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡിസ്കഷൻ, എം ഡിയുടെ റൂമിലുണ്ടായിരുന്ന ആദ്യത്തെ ഡിസ്കഷൻ എന്തായിരിക്കണം നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ തീം എന്നുള്ളതായിരുന്നു. ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളൊരു തീരുമാനമെടുത്തു. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വരവിനെ, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റിൻ്റെ വരവിനെ നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് നെറ്റ് സീറോ എമിഷൻ എന്ന തീമിൻ്റെ പുറത്തായിരിക്കും എന്നുള്ളത് അപ്പോൾ തന്നെ നമ്മൾ തീരുമാനിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് നിംസിനും നൂറുൽ ഇസ്ലാം ഗ്രൂപ്പിനും നെറ്റ് സീറോ എമിഷനും എന്താണ് ബന്ധമെന്നുള്ളത് ദ പീപ്പിൾ ഹു ആർ ഗോയിങ് ടു ടോക്ക് ആഫ്റ്റർ മീ ദേ വിൽ ബി ഡെലിബറേറ്റിംഗ്. അതുകൊണ്ട് ഞാൻ അതിലിപ്പോഴേ കടന്നു ചെന്ന് അതിൻ്റെ ഒരു രസം കൊല്ലിയാവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നത്തെ ഏറ്റവും വളരെ സന്തോഷം എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് അദ്ദേഹത്തിനെ പോലെ ഏറ്റവും position of the Minister of State for Skill Development, Entrepreneurship, Information Technology and Electronics. Honorable Minister, താങ്കൾ പദവി ഏറ്റ ഉടനെ സ്റ്റേറ്റ്മെന്റ് നൽകുകയുണ്ടായി. Your words are still echoing in our ears, Honorable. താങ്കളുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. This was your word. Skill development and digital India, these are going to be the 2 pillars which is going to shape the future of India and shape the future of the youngsters of India. ഇതായിരുന്നു അദ്ദേഹം പദവി ഏറ്റെടുത്തപ്പോൾ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. Honorable Minister, you have been proved
Exactly correct. Because when we look back, ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ we understand that digitalization and skill development has remarkably transformed India. And let me tell you, with all the permission of everyone present in the NIMS family, sir, the whole credit goes to you, sir. Because the hard work and perseverance that you have put into for digitalization and skill development, you deserve a warm salute from everyone of us, you, sir. And it is our singular privilege to host you. It is really our privilege, and on behalf of everyone present here, I extend a very warm welcome to Honorable Rajiv Chandrasekhar ji. Welcome, sir. നിംസ് മെഡിസിറ്റിയുടെ ഈ വേദി നൂറുകണക്കിന് സമ്മേളനങ്ങൾക്കും മീറ്റിങ്ങുകൾക്കും ഒക്കെ സാക്ഷ്യം വഹിച്ചൊരു വേദിയാണ്. പലരും പ്രസംഗിച്ചിട്ടുണ്ട്, പലരും ശ്രീ ഫൈസൽ ഖാനെ കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി ഹിസ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ഹെൽത്ത് കെയർ, ഹിസ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് റിന്യൂവബിൾ എനർജി, കോൺട്രിബ്യൂഷൻ ഫോർ ചൈൽഡ് ഡെവലപ്മെന്റ്, ഡിസേബിലിറ്റി, ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഹാവ് ബീൻ ടോൾഡ്. ബട്ട് ഐ വുഡ് ലൈക്ക് ടു ടെൽ എ സിംഗിൾ സ്റ്റേറ്റ്മെന്റ്. ഒറ്റ വാക്ക് മാത്രം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു. വാട്ട് എവർ എഫേർട്സ് ഹി ഹസ് പുട്ട് ഇൻ, വാട്ട് എവർ പ്രോജക്ട്സ് ഹി ഹസ് ഡിവൈസ്, എല്ലാത്തിൻ്റെയും ബോട്ടം ലൈൻ വാസ് patriotism. Because he was a staunch patriotist and a committed secularist. ഏത് പ്രവൃത്തി ചെയ്താലും, ഏത് പ്രോജക്റ്റ് നമ്മൾ അണ്ടർടേക്ക് ചെയ്താലും, that should have a contribution for nation building. Sir, you are one of the most committed nation builder I have ever seen in my life. On behalf of everyone present here, I extend a very warm welcome to Sri M.S. Faisal Khan. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂറുൽ ഇസ്ലാം ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. ഓൾറെഡി ഐ ടോൾഡ് യു ദാറ്റ് വി ഹാവ് അലൈൻഡ് അവർസെൽഫ് വിത്ത് ദ ഡ്രീംസ് ഓഫ് അവർ പ്രൈം മിനിസ്റ്റർ. അതിൽ ഞങ്ങളെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത്, all our technical support that we receive from our flagship organization, that is Nurul Islam for Center for Higher Education, the deemed university. The deemed university researchers-നെയും academicians-നെയും ലീഡ് ചെയ്യുന്നതാണ് നമ്മുടെ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ ഷാജിൻ നറുകുണം. He is here to present a net zero emission project on that is being devised by Nurul Islam Center for Higher Education. On behalf of everyone present here, I extend a very warm welcome to Dr. Shajin Naragunam. Needless to say that NIMS Medicity's main bedrock is healthcare. സംശയമൊന്നുമില്ല. This is a 400-bedded super specialty hospital. But we have not limited our activities just to healthcare. Healthcareലോട്ട് മാത്രമായിട്ട് നമ്മളുടെ ആക്ടിവിറ്റീസ് നമ്മൾ ലിമിറ്റ് ചെയ്തിട്ടില്ല. We have many other activities including renewable energy, ചൈൽഡ് ഹെൽത്ത്, ഡിസബിലിറ്റി ഡെവലപ്മെൻറ്റ്, സൊസൈറ്റൽ കമ്മിറ്റ്മെൻറ്റ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് മെഡിക്കലുമായിട്ട് ബന്ധപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മളെ ബന്ധപ്പെടുത്തുന്ന നമ്മളുടെ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്ററാണ് ഡോക്ടർ മഞ്ജു തമ്പി. The only one condition what they told is that I want to see lot of youngsters. That's what minister told. Because I want to interact with students. You know why? What's the reason? And very correctly told by minister. Because you are the people who are going to make any, if at all some change this world is going to make, then that change is going to be made by youngsters like you. Because ningalana naala, you are going to be the decision makers, you are going to be the policy makers. Appo if any change has to take place in this world, that has to come from you. Adukonde MD and Minister of State was very particular that he wants to interact with you. നമ്മുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള all our students, on behalf of Nurul Islam Group, I extend a very warm welcome to all my dearmost student friends. Welcome. Let me also welcome all the learned teaching faculty, professors, deans, and other associate professors from various institutions of NIMS Medicity. They are all here. അവരെയും അതുപോലെ തന്നെ NIMS Medicityയുടെ നമ്മുടെ ബഹുമാനപ്പെട്ട എല്ലാ സ്റ്റാഫ് അംഗങ്ങളെയും മറ്റ് നമ്മുടെ മിനിസ്റ്ററിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ളവരും നമ്മളുടെ മറ്റ് ഡിഗ്നിറ്ററീസ്, മറ്റ് നമ്മളുടെ എല്ലാ അതിഥികളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Let me now invite Sri M.S. Faisal Khan, the Honorable Pro-Chancellor of Nurul Islam Center for Higher Education and the Managing Director of NIMS Medicity, for his opening remarks. Welcome, sir. നമസ്കാരം. ആദ്യമേ ശബ്ദം പോയിരിക്കുകയാണ്, വളരെ കുറച്ച് സംസാരിക്കുന്നുള്ളൂ. എത്രയും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സാർ, ഈ ജനറേഷൻ തന്നെയാണ്, എംപ്ലോയ്മെൻറ്റ് തന്നെയാണ്. ഇവിടെയും നമ്മുടെ രാജ്യത്ത് മെഡിക്കൽ, ആരോഗ്യ, ടെക്നിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും പഠിച്ചു വരുന്ന
വിദ്യാർത്ഥികൾ അവർ എംപ്ലോയ്മെൻറ്റ് റേഷ്യോയിലോട്ട് ഇന്ത്യയെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് ആ രാജ്യം ശോഭയോടുകൂടി ഉയർന്നു നിൽക്കുന്നത്. ഇപ്പോൾ ചെറിയ ഒരു കണക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ലോകത്തിൽ തന്നെ IT-യുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് നോക്കുമ്പോൾ 22 മില്യൺസാണ്. അപ്പോൾ 22 മില്യൺസോളം ആണ് ഈ പറയുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിൻ്റെ ഏകദേശ കണക്ക് പറയുന്നത്. ഇന്ത്യയിൽ 44 ലക്ഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. 58 ലക്ഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ് കഴിഞ്ഞ 2024 സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ പറയുന്നത്. അപ്പോൾ 58 ലക്ഷം പേര് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് അവിടെ കോൺട്രിബ്യൂഷനും ആ എക്കോണമിയിൽ കൂടി ഉണ്ടാകുന്ന ഭയങ്കരമായൊരു മാറ്റം, അഭ്യൂഹമായിട്ടൊരു മാറ്റമാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മേളിൽ അമേരിക്കയുണ്ട്, ചൈനയുണ്ട്, അല്ലെങ്കിൽ ജർമ്മനി പോലുള്ള രാജ്യങ്ങളുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ ഇൻഡിപെൻഡൻ്റായിട്ട് 58 ലക്ഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് ലോകത്തിലെ 30% ട്രേഡ്, ലോകത്തിലെ രാജ്യത്തിൻ്റെ 30% ഈ പറയുന്ന കമ്പ്യൂട്ടർ ആക്ടിവിറ്റീസിൻ്റെ ഇൻ്റർനെറ്റിൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയും വക്താക്കൾ നമ്മളാണ്. നമ്മൾ കോമ്പറ്റേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അമേരിക്കയുടെ ആയിരിക്കും. അമേരിക്കയിൽ 54 ലക്ഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉണ്ടെങ്കിൽ അതിലും 12 ലക്ഷം ഇന്ത്യക്കാരാണ്. ജർമ്മനിയിൽ ഈ പറഞ്ഞ മൊത്തം 9 ലക്ഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉണ്ടെങ്കിൽ 3.5 ലക്ഷവും ഇന്ത്യക്കാരാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ലോകത്ത് ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സ്ഥാനം 50%. അതായത് 2 കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് എടുക്കുകയാണെങ്കിൽ ഒരാൾ ഇന്ത്യക്കാരനാണ്. നമ്മുടെ നാട്ടിൽ പഠിച്ച് നമ്മൾ ടെക്നോളജി എൻഹാൻസ് ചെയ്ത് നമ്മുടെ എക്സ്പോഷർ കൊണ്ടാണ് രാജ്യത്തിൻ്റെ IT മേഖല വന്നിരിക്കുന്നത്. ആ മേഖലയിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പിടിക്കുന്ന രാജ്യത്ത് കഴിഞ്ഞ ഈ പറയുന്ന ഓരോ വർഷങ്ങളും ൻ്റെ ഭാഗമായിട്ടും ട്രില്യൺ എക്കോണമി, 7 ട്രില്യൺ എക്കോണമി ഒരു ഡ്രീമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ലോകത്തിലെ എന്നുള്ള ചർച്ചകൾ വളരെയധികം സ്പെക്സ് എന്ന് പറയുന്ന ഒരു തീരുമാനം, ദ സ്കോപ്പ് ഓഫ് മാനുഫാക്ചറിങ് ഓഫ് ഇലക്ട്രോണിക് കോമ്പണൻസ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. ഇന്ത്യ സെമി കണ്ടക്ടേഴ്സ് വരണം. നമ്മളൊന്നും ഈ പറയുന്ന കോവിഡ് പോലുള്ളൊരു വലിയൊരു പാൻഡമിക് വന്നപ്പോഴും നമ്മൾ പുറത്തുനിന്ന് ആരെയും ഡിപ്പെൻഡ് ചെയ്തില്ല. നമ്മൾ വാക്സിൻ കണ്ടെത്തി. നമ്മൾ 60-70 രാജ്യങ്ങളിലേക്ക് കയറ്റിച്ച രാജ്യമാണ്. അതുപോലെ ടെക്നോളജിയിലും നമ്മൾ ഈ പറയുന്ന സസ്റ്റൈനബിളായിട്ട് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിൻ്റെ മേഖലയിൽ ഇന്ത്യക്ക് വരാൻ സാധിക്കുമോ? വളരെയധികം ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. ഇന്ത്യ വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജിയാണ്. അവർ ടെക്നോളജിയിൽ പലതും ഈ ടെക്നിക്കൽ നോഹോ പല രാജ്യങ്ങളും കടം തരും. അതും പറ്റില്ല. അദ്ദേഹം എടുത്ത ധീരമായ തീരുമാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റീസിനെ മറ്റ് രാജ്യങ്ങളിൽ ഒരു രാജ്യം ടൈവാനുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ സെമി കണ്ടക്ടേഴ്സ് നടക്കുന്ന ഏറ്റവും വലിയ പ്ലെയേഴ്സായിട്ടുള്ള ടൈവാനിലെ യൂണിവേഴ്സിറ്റിയുമായി നമ്മുടെ വിദ്യാർത്ഥികളുമായി റിസർച്ച് അടിസ്ഥാനത്തിൽ ആരംഭിച്ചുകൊണ്ട് ഇന്ത്യയെ 5 ട്രില്യൺ എക്കോണമിയിലേക്ക് ഉയർത്താനുള്ള മാർഗനിർദ്ദേശം നടത്തിയ വ്യക്തിത്വമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊരു കേന്ദ്രമന്ത്രിയാകുന്നു, അല്ലെങ്കിൽ ഒരു ഭരണത്തിലേക്ക് വരുന്നു. നമ്മുടെ 5 വർഷമുണ്ട്, കുറച്ച് കാര്യങ്ങൾ ചെയ്യാം എന്നല്ല, സസ്റ്റൈനബിളായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഈ പറയുന്ന 20 യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിൽ സെലക്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി. നൂൽ ഇസ്ലാം സെൻറ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷനും ഒന്നമെങ്തം നമുക്കും ടൈവാൻ യൂണിവേഴ്സിറ്റിയുമായി റിലേറ്റ് ചെയ്യാൻ പറ്റി. 5 ടൈവാൻ സർവകലാശാലയുമായി ഞങ്ങൾക്കും MOU വയ്ക്കുവാൻ സാധിച്ചു. 2026 ആകുമ്പോൾ ധീരമായ ആ തീരുമാനം വരെയാണ് ഇന്ത്യ 5 ട്രില്യൺ എക്കോണമിയിലേക്ക് എത്തുമെന്നാണ് രാജ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയധികം ധീരമായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. എംപ്ലോയ്മെൻറ്റ് ലെവലിൽ മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഓരോ വർഷം മുന്നോട്ട് പോകുമ്പോഴും സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിക്കോട്ടെ, അങ്ങനെ പല മേഖലകളിലും ഞങ്ങൾക്ക് നമ്മുടെയായിട്ടുള്ള പ്രാതിനിധ്യം കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് സംവദിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഹ്യൂമൻ ജെനറ്റിക്സ് ആൻഡ് മോളിക്കുലർ ജിനോമിക്സിൻ്റെ റിസർച്ച് ലാബുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് നിംസ് എന്ന് പറയുകയായിരുന്നു. ജിനോമിക്സ് എന്ന് പറഞ്ഞുള്ളൂ. അദ്ദേഹം ആ ജിനോമിക്സിനകത്തുള്ള എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടോ, ഹോൾ ജിനോം സീക്വൻസിനെ പറ്റിയാണെങ്കിലോ NGSനെ പറ്റിയാണെങ്കിലോ
ഞാൻ ക്രിസ്പർ കാസ്റ്റ് ആൻഡ് സോഫ്റ്റ്വെയറിനെ പറ്റി പറഞ്ഞപ്പോൾ അത്രയും പ്രാധാന്യത്തോടു കൂടി വളരെ വിരളമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരോ മന്ത്രിമാരോ ആയിരിക്കും ഈ ക്രിസ്പർ കാസ്റ്റ് ആൻഡ് സോഫ്റ്റ്വെയറും ഹോൾ ജിനോം സീക്വൻസിനെ പറ്റിയൊക്കെ ഒരു ടെക്നിക്കൽ വശം പറയുമ്പോൾ തിരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. തിരിച്ച് അതിനെപ്പറ്റിയുള്ള ഏതൊക്കെ ടെക്നോളജി ഉണ്ട്, ഏതൊക്കെയാണ് അതിൻ്റെ ഇപ്പോഴത്തെ റിസർച്ചസ് എന്തൊക്കെയാണ്, അതിനെപ്പറ്റി കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അത്രയധികം എല്ലാ ടെക്നിക്കൽ മേഖലകളിലും അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏറ്റവും അധികം ഭാഗ്യമെന്ന് പറഞ്ഞാൽ ഞാനും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, IT പ്രൊഫഷണലാണ്, എന്നിട്ട് ഹെൽത്ത് കെയറിൽ വന്നതാണ്. അപ്പോൾ പണ്ട് ഞാൻ IMA പറ്റി മീറ്റിങ്ങിലൊക്കെ പോകുമ്പോൾ പറയാറുണ്ട്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്തിനാണ് IMAയിൽ കാര്യം എന്നുള്ളത്. പക്ഷേ വളരെ അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും, ഞങ്ങൾ ഹൈജാക്ക് ചെയ്യാത്ത ഒരു മേഖലയും ലോകത്തില്ല. ഒരു ഡോക്ടറിനും ഒരു സോഫ്റ്റ്വെയറും ഇല്ലാതെ, ഒരു ടെക്നിക്കലോ ഡിജിറ്റലോ ഇല്ലാതെ ഒരു ഡോക്ടറിനും ഒരു സെക്കൻഡ് പോലും അവർക്ക് ഡയഗ്നോസ് ചെയ്യാൻ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ മേഖലയിൽ തന്നെ നിങ്ങളുടെ നഴ്സിംഗും ഡെൻറ്റിസ്ട്രിയും അതേമാതിരി തന്നെ മെഡിക്കൽ ഡോക്ടേഴ്സ് ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു അനലോഗ് സിസ്റ്റം ഇപ്പോൾ ഉണ്ടോ? എല്ലാം ഡിജിറ്റൈസ്ഡ് ആണ്. എല്ലാം MR ഇൻസ്റ്റലേഷൻ നടക്കുന്നു. ആ MR ഇൻസ്റ്റലേഷൻ പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ടുള്ള ബേസ്ഡ് ആയിട്ടുള്ള MR ആണ് വരുന്നത്. ഇവിടുത്തെ കാത്ത് ലാബ് ഇരിപ്പുണ്ട്. ആ കാത്ത് ലാബ് തന്നെ ഫണ്ട് ഞാൻ 2008 നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴേക്കും ഇമേജ് ഇൻറ്റൻസീവ് ടെക്നോളജി ആയിരുന്നു. പിന്നെ അത് HD ആയി, ഇപ്പം ഡിജിറ്റലായി, ഇപ്പം AIOCT ആയി, അതായത് ഒപ്റ്റിക്കൽ കൊഹറൻസ് ടോമോഗ്രാഫി എന്ന് പറയുന്ന അതിനൂതന സാങ്കേതിക വിദ്യ. ഒരു ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്ലോക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ അത് മാറുമോ ഇല്ലയോ, അതിൻ്റെ കാഠിന്യം എന്താണ്, അതിൻ്റെ ദൃഢത എന്താണ്, ഡോക്ടറിനേക്കാളും മനുഷ്യനേക്കാളും AI ബേസ്ഡ് ആയിട്ട് വരികയാണ്. ആ രീതിയിലേക്ക് പോകുന്നതിന് സോഫ്റ്റ്വെയറിനും IT ഇൻഡസ്ട്രിക്കും വലിയൊരു പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ിലേക്കുള്ള ഏറ്റവും വലിയൊരു കുതിച്ചാട്ടത്തിലാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വിഷയമായിട്ടുള്ള സെമി കണ്ടക്ടർ വിഷനും മറ്റ് ഈ സ്പെക്സ് എന്നുള്ള ആ പ്രോജക്റ്റും ഈ രാജ്യത്ത് രാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യയെ പിടിച്ചുയർത്തും എന്നതിൽ ഒരു സംശയവുമില്ല. എടുത്ത ഒരു സാറ്റലൈറ്റ് ആയിരുന്നു NIU സാറ്റ്. 2020 ആയപ്പോഴേ മിഷൻ വേലിയനുസരിച്ച് ഭൂമിയിൽ ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ അവസ്ഥാന്തരത്തെപ്പറ്റി ആ ഒരു പ്രോജക്റ്റ് വെച്ചതിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതായത് ഒരുപക്ഷെ രാജ്യത്ത് ആദ്യമായിട്ടായിരിക്കും ഡയാലിസിസ് മഴവെള്ളത്തിൽ കൂടെ ചെയ്യുന്ന സ്ഥാപനമാണ് നിംസ് യൂണിവേഴ്സിറ്റി. മഴവെള്ളം ശേഖരിച്ച് ഇവർ ടാങ്കിൽ വെച്ചിട്ട് ആ ടാങ്കിന് ആ വെള്ളത്തിൻ്റെ മഴയുടെ സാധ്യതയും അല്ലെങ്കിൽ ഭൂമിയിലെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ അളവും എല്ലാം വെച്ചുകൊണ്ട് ഈ പറയുന്ന ഒരു IoT ഇൻ പഞ്ചഭൂത എന്നൊരു കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ എന്തൊക്കെ നമുക്ക് ഈ പറയുന്ന IoTയും അല്ലെങ്കിൽ AIയുമായി കണക്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ഭാരതം വികസനത്തിൻ്റെ, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ, കമ്മ്യൂണിക്കേഷൻ്റെ, AIയുടെ ഒരു ലോകമാണ്. ആ ലോകത്തേക്ക് കൂടുതൽ കേൾക്കുവാനും അതിനെ കൂടുതൽ നിയന്ത്രിക്കുന്നതിനുമായ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി. ഇത്രയും തിരക്ക് പിടിച്ച അദ്ദേഹം 3-4 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചിരുന്നു. കാരണം എനിക്കറിയാം ഏറ്റവും വലിയ ജനാധിപത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ IT മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. എത്രയോ കോടി ജനങ്ങളുടെ, കോടി വിദ്യാർത്ഥികളുടെ ഡിജിറ്റലായിട്ടുള്ള ഭാവിയാണ് അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഇവിടെ നേരിൽ കാണാൻ സാധിച്ചതും ഈ സ്ഥാപനത്തിൽ എത്തുവാൻ സാധിച്ചതിനും വളരെയധികം ദൈവത്തിനോട് നന്ദി പറയുന്നു. നമസ്കാരം. താങ്ക് യു. ഭദ്രദീപം കൊളുത്തി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിക്കുന്നു.
എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഞാൻ വീണ്ടും 5 മിനിറ്റ് എടുക്കുകയാണ്. നിംസ് മെഡിസിറ്റിയുടെ നെറ്റ് സീറോ എമിഷൻ കോൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് 5 മിനിറ്റ്സിൽ പെട്ടെന്ന് ഞാനൊന്ന് സ്പീഡപ്പായിട്ട് പ്രോജക്റ്റ് നിങ്ങൾ ജസ്റ്റ് മോണിറ്റർ നോക്കിയാൽ മതി. നമ്മളുടെ ഈ പ്രോജക്റ്റ് നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോജക്ട്സ് ആണ്, ഒറ്റ പ്രോജക്റ്റിൽ കുറേ അധികം പ്രോജക്റ്റുകൾ ചേർന്ന് ഒരു കോമൺ ഗോളിലോട്ട് നമ്മൾ പോവുകയാണ്. നമ്മുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു അച്ചീവ് നെറ്റ് സീറോ എമിഷൻ സ്റ്റാറ്റസ്. നിംസ് മെഡിസിറ്റി ഷുഡ് ബി എ നെറ്റ് സീറോ എമിഷൻ മെഡിക്കൽ ക്യാമ്പസ് ഇൻ അനദർ 5 years. അതാണ് നമ്മുടെ എയിം. എഗെയിൻ അതിന് നമുക്ക് പ്രചോദനം ഉൾക്കൊണ്ടത് പ്രധാനമന്ത്രിയുടെ COP26 മിഷനിൽ നിന്ന് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെയാണ് നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്തത് 2015 നമ്മുടെ ആ സമയത്ത് ഒരുപാട് പവർ കട്ട്, വി വർ ഫേസിങ് ലോട്ട് ഓഫ് പവർ കട്ട് ഇഷ്യൂസ്. അപ്പോൾ അതിനെങ്ങനെ എല്ലാ ഇൻഡസ്ട്രീസിനെയും ബാധിക്കുന്നത് പോലെ തന്നെ ഇറ്റ് വാസ് ഓൾസോ അഫക്റ്റിംഗ് ദ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീസ്. അപ്പോൾ അതിന് ഒരു വഴിയാണ് നിംസ് മെഡിസിറ്റിയും അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറും തേടിയത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ സോളറൈസേഷൻ എന്ന കോൺസെപ്റ്റിലോട്ട് ആദ്യം പോയത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യുകയുണ്ടായി. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം ലൈഫ് സേവിങ് ആയ ഒരു പ്രൊസീജിയറാണ് കാർഡിയാക് കത്തീഡ്രൈസേഷൻ. അപ്പോൾ കാർഡിയാക് കത്തീഡ്രൈസേഷൻ റിന്യൂവബിൾ എനർജി യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു നമ്മളുടെ കോൺസെപ്റ്റ്. അതിൽ സോളാർ എനർജിയും വിൻഡ് എനർജിയും കൂടെ ചേർത്തൊരു ഹൈബ്രിഡ് മോഡൽ നമ്മൾ ഇവോൾവ്. ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് നമ്മൾ ഈ കാർഡിയാക് കത്തീഡ്രൈസേഷൻ ലാബാണ് നമ്മുടെ റിന്യൂവബിൾ എനർജി യൂസ് ചെയ്ത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തത്. ഈ പ്രോജക്റ്റിനെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു എനർജി ഫോർ ഓൾ ഫോറം എന്ന് പറയുന്ന അതിൻ്റെ ടീം ഇവിടെ വരികയും ദേ ഇൻസ്പെക്റ്റഡ് ദാറ്റ്, ഡോക്യുമെൻറ്റഡ് ദാറ്റ്, appreciated that, and they invited our Pro-Chancellor Shri M.S. Faisal Khan to present that project at United Nations General Assembly on 21st May 2015. Thereby he became the youngest Indian to present a project in United Nations General Assembly. അതായിരുന്നു നമ്മുടെ ആദ്യത്തെ സ്വപ്നങ്ങളുടെ തുടക്കം അവിടെയായിരുന്നു. പിന്നെ 2020 വരെ നമ്മൾ വി വെയർ വർക്കിംഗ് ഓൺ ദാറ്റ്. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള സ്പേസിലൊക്കെ സോളറൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ മനസ്സിലോട്ട് നെറ്റ് സീറോ എമിഷൻ എന്ന ആശയത്തിൻ്റെ സ്വപ്നം നമ്മുടെ മനസ്സിൽ നരേന്ദ്രമോദിജി കോറിയിട്ടത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നെറ്റ് സീറോ എമിഷൻ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ നമ്മളുടെ എയിം എന്ന് പറയുന്നത് ടു അറ്റൈൻ എനർജി സഫിഷ്യൻസി ഫ്രം നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. റിന്യൂവബിൾ എനർജി സോഴ്സസ്. റിന്യൂവബിൾ എനർജി സോഴ്സസിൽ നിന്നും എനർജി കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് കാർബൺ ഫുട് പ്രിൻ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫേസ് 1 ആയിട്ട് നമ്മൾ 1 മെഗാവാട്ട് സോളറൈസേഷൻ പ്രോജക്റ്റ് പ്ലാൻ ചെയ്തത്. 75% ഓഫ് that we have completed. നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബിൽഡിംഗ് സർഫസസും യു ക്യാൻ സീ ദാറ്റ് പിക്ചറിൽ കാണാൻ പറ്റുന്ന പോലെ നമ്മൾ സോളറൈസേഷൻ ചെയ്തു കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ 75% നമ്മൾ റീച്ച് ചെയ്ത് കഴിഞ്ഞു. അടുത്തൊരു 2-3 yearsനകത്ത് തന്നെ നമ്മുടെ 100% നമ്മളെ കൊണ്ട് റീച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം. ആദ്യത്തെ പടി അതാണ്. രണ്ടാമത്തെ കാര്യം വാട്ടർ ഇൻസഫിഷ്യൻസി. അതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് നിംസ് മെഡിസിറ്റിയെ സംബന്ധിച്ചിടത്തോളം. 17 കൊല്ലമായി നമ്മൾ നിംസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ ഒരു ദിവസം പോലും നമ്മൾ വെള്ളത്തിന് വേണ്ടി നമ്മൾ പുറത്തുനിന്ന് ടാങ്കർ വെച്ച് അടിക്കുകയോ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഇവിടെ തന്നെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ വാട്ടർ മാനേജ്മെൻറ്റ് ചെയ്യുന്നു. പ്രധാനമായിട്ടും നമ്മളത് ചെയ്യുന്നത് ത്രൂ അവർ മാൻമെയ്ഡ് 2 വാട്ടർ റിസർവോയേഴ്സിലൂടെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിത് കാണാൻ പറ്റും. 2 മാൻമെയ്ഡ് പോണ്ട് അപ്പുറത്തുള്ള ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഹൗ വി ആർ റീസൈക്ലിംഗ്, എങ്ങനെയാണ് റീസൈക്കിൾ ചെയ്യുന്നതെന്നുള്ളത്. നമ്മുടെ വി ഹാവ് എൻ STP സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട്. അതിൽ നിന്നുള്ള വെള്ളം വേരിയസ് സ്റ്റേജസിൽ കൂടെ പാസ് ചെയ്ത് നമ്മുടെ അഗ്രികൾച്ചർ ലാൻഡിൽ കൂടെ പാസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അഗ്രികൾച്ചറിന് യൂസ് ചെയ്യുന്നു. ആ വെള്ളം റിവേഴ്സ് ഓസ്മോസിസ് ചെയ്തിട്ടാണ് സാനിറ്റൈസേഷനും അഗ്രികൾച്ചർ പർപ്പസിന് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ വിഭാവനം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുളിക്കുന്നതിനും കുടിക്കുന്നതിനും പാചകം ചെയ്യുന്നതിനും ഒഴികെ ബാക്കി എല്ലാത്തിനും റീസൈക്കിൾഡ് വാട്ടർ യൂസ് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് തന്നെ അതിൻ്റെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നിങ്ങൾക്ക് ഇതിൽ കൂടെ കാണാൻ സാധിക്കും. ആദ്യത്തെ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നത് ഇറ്റ്സ് ബയോ ഫിൽറ്ററാണ്. യൂസിങ് കരിക്കട്ട, കക്ക,
പെബിൾസ് ഇതൊക്കെ യൂസ് ചെയ്ത് സാൻഡ്, ഫൈൻ സാൻഡ്, അതിൽ കൂടെയൊക്കെ വാട്ടർ ഫിൽട്ടർ ചെയ്ത് ഫിൽട്ടേർഡ് വാട്ടർ ഇവിടെ പോകും. നമ്മുടെ അഗ്രികൾച്ചർ ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ബനാന കൾട്ടിവേഷൻ കഴിഞ്ഞുള്ള വെള്ളം അവിടെയും നമ്മുടെ റിസർവോയറിൽ കളക്ട് ചെയ്യുന്നു. ആ വെള്ളത്തിന് റിവേഴ്സ് ഓസ്മോസിസ് ചെയ്താണ് നമ്മൾ വി ആർ റീസൈക്ലിംഗ് ദാറ്റ്. ആ വെള്ളം ഇസ് ഓൾസോ യൂസ്ഡ് ഫോർ ഓർഗാനിക് ഫാമിംഗ്. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഒരു ചെറിയൊരു ഫോട്ടോ മാത്രമാണ്. നമ്മുടെ ഈ റീസൈക്കിൾഡ് വാട്ടർ യൂസ് ചെയ്തുള്ള ബനാന കൾട്ടിവേഷൻ്റെ ഒരു ഫോട്ടോയാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ കാണിക്കുന്നത്. ഇതൊരു കഴിഞ്ഞ മഴ സമയത്ത് വേനൽ മഴയിൽ നമ്മുടെ വാഴക്കുലകൾ വെട്ടുന്നൊരു ഫോട്ടോയാണ് വെറുതെ ഇത്. പിന്നെ എന്നിട്ട് വേറൊരു കാര്യം, നിംസ് ബിലീവ്സ് ദാറ്റ് നത്തിങ് ഈസ് വേസ്റ്റ് അൺലെസ് ഇറ്റ് ഈസ് വേസ്റ്റഡ്. ഏതെങ്കിലും ഒരു സാധനം നമ്മൾ തന്നെ വേസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് വേസ്റ്റ് ചെയ്യുന്നത് വരെയും നമ്മൾ ഒന്നിനെയും വേസ്റ്റ് എന്ന് വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ബനാന ഫൈബർ റിസർച്ച് എന്നൊരു കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. വാഴ വളർത്തി വാഴയെ വെട്ടി വാഴക്കുല എടുത്തിട്ട് ബാക്കി കളയുന്നില്ല. ആ വാഴപ്പോളകൾ, ആ സ്റ്റെം ഓഫ് ദാറ്റ് ഇസ് ബീങ് യൂസ്ഡ് ഫോർ എക്സ്ട്രാക്റ്റിങ്. ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ വാഴപ്പോളയിൽ നിന്നും എങ്ങനെയാണ് ഫൈബേഴ്സ് ഐസൊലേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ദീസ് ഫൈബേഴ്സ്, ഈ വാഴത്തടിയിൽ നിന്ന് എടുക്കുന്ന ഈ ഫൈബേഴ്സിന് നമ്മുടെ യൂണിവേഴ്സിറ്റി നാനോ ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ നാനോ ഫൈബർ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വി ആർ ട്രൈങ് ടു ഇൻറ്റഗ്രേറ്റ് ഖാദി നൂലും ഈ ബനാന ഫൈബേഴ്സും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്ത് എങ്ങനെ ഗാർമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള റിസർച്ചിൻ്റെ വാതിൽപ്പടിയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഖാദിയെക്കുറിച്ച് എനിക്ക് ടച്ച് ചെയ്യാതെ പോകാൻ പറ്റില്ല. GIR കുറിച്ചോ പറയുമ്പോൾ തീർച്ചയായിട്ടും ഖാദിയെ ടച്ച് ചെയ്യണം. ഇത് 2022 അവർ ഹോസ്പിറ്റൽ വാസ് ഡിക്ലെയർഡ് സമ്പൂർണ്ണ ഖാദിവൽകൃത ആശുപത്രി എന്ന്. അത് ചെയ്തത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ എക്സ്റ്റേണൽ അഫയേഴ്സ് മുരളീധരൻ ജിയാണ് അന്ന് അങ്ങനെ ഡിക്ലെയർ ചെയ്തത്. ഈ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യാനൊരു കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ കാണുന്നത് ചർക്കയും നൂല് നൂൽക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും കൂടെ ചേർന്നൊരു ഫോട്ടോ ആയതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തത്. ഇത് അദ്ദേഹം അന്ന് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ ഹാൻഡിലിൽ ഇട്ട പോസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് നമ്മൾ കാതോർത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്രീസിയേഷനാണ് മന്ത്രിയിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞത് ഭാരതത്തിന് തന്നെ ഇതൊരു മോഡൽ എന്നാണ് അന്ന് മുരളീധരൻ ജി അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ കുറിച്ചത്. നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടേഴ്സും നമ്മളുടെ ഓപ്പറേഷൻ തിയേറ്റർ സ്റ്റാഫ്സും എല്ലാവരും ഖാദി യൂണിഫോമിൽ നിൽക്കുന്ന ഫോട്ടോയാണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മളുടെ സ്റ്റാഫ് അംഗങ്ങൾ, ഖാദി വേഷധാരികളായ നമ്മുടെ സഹോദരി ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് മെമ്പേഴ്സാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറെ ഒന്നാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഫോർ ഡയാലിസിസ്. നിംസ് മെഡിസിറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1750-ലധികം ഡയാലിസിസ് ഒരു മാസം ചെയ്യുന്ന ഒരു ആശുപത്രിയാണ് നിംസ് മെഡിസിറ്റി. അപ്പോൾ അതിന് എത്രമാത്രം വെള്ളമാണ് അതിന് വേണ്ടി വരിക എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനു വേണ്ട വെള്ളം നമ്മൾ കണ്ടെത്തുന്നത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിലൂടെയാണ്. ഒരു 10 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം നമുക്ക് എക്സ്ക്ലൂസീവ്ലി ഫോർ റീനൽ ഡയാലിസിസ്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ത്രൂ റിവേഴ്സ് ഓസ്മോസിസ് ആണ് ചെയ്യുന്നത്. റീനൽ ഡയാലിസിസിനെ കുറിച്ച് നമ്മൾ പറയുമ്പം ആ സ്റ്റേജിൽ ഏറ്റവും അറ്റത്തിരിക്കുന്ന മാഡത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. മാഡമാണ് റീനൽ ഡയാലിസിസിൻ്റെ മുഴുവൻ ചാർജുമുള്ള ഡോക്ടർ മഞ്ജു തമ്പി, നെഫ്രോളജിസ്റ്റ്. അപ്പം അത് നമ്മുടെ മറ്റൊരു ഇനിഷ്യേറ്റീവാണ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നമ്മൾ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് മൂലം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്താണ് നമ്മൾ അതിൻ്റെ വാട്ടറിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഫോട്ടോയാണ്. പിന്നെ ഇത് റിവേഴ്സ് ഓസ്മോസിസ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ റീചാർജ്. നമുക്ക് നിംസിനെ പോലെ ഒരു ആശുപത്രിയിൽ എല്ലാ സ്ഥലവും നമുക്ക് ടൈൽ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ടൈൽഡ് അല്ലാത്ത സ്ഥലങ്ങളിൽ എവിടെയൊക്കെയാണോ വെള്ളം വന്ന് വീഴാൻ സാധ്യത ഉള്ളത്, അല്ലെങ്കിൽ റെയിൻ വാട്ടർ ഗട്ടേഴ്സ് കണക്ട് ചെയ്ത് വെള്ളത്തിന് നമ്മൾ ചില പോയിന്റുകളിൽ വാട്ടർ റീചാർജിങ് സ്റ്റേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഫോട്ടോയിൽ കാണാൻ സാധിക്കും. എല്ലാ സ്ഥലത്തു നിന്നും വന്ന വലിയ പൈപ്പുകൾ ആ സ്ഥലങ്ങളിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഒരു മഴ വന്നാൽ പോലും സർഫസ് റൺ ഓഫ് എന്ന് പറഞ്ഞ് നമുക്ക് വെള്ളം നഷ്ടമാകുന്നില്ല. ഇതുപോലുള്ള ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ്ങിലൂടെ ഇത് നിംസിന് മാത്രമല്ല നമ്മുടെ ഭൂമിയുടെ തന്നെ വാട്ടർ ടേബിളിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയുള്ള എഫേർട്ടാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോളാർ പവേർഡ് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ. അതിൽ ഏറ്റവും കീ വേർഡ് ആദ്യം കാണുന്നതാണ് സോളാർ പവേർഡ് എന്നുള്ളതാണ്. കാരണം നമ്മളെല്ലാവരും ഇപ്പോൾ ഒരുപാട് ഇലക്ട്രിക് വെഹിക്കിൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു പുക വരുന്നില്ല. ഓഫ് കോഴ്സ് പൊല്യൂഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാർബൺ ഫുട് പ്രിന്റ് Yes sir, I will make it short. But സോളാർ പവേർഡ് എന്ന് പറയുമ്പോൾ, കാരണം സാധാരണ ഇലക്ട്രിക്
വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊല്യൂഷൻ കുറവെന്ന് നമ്മൾ കാണുമായിരിക്കും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ആ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഉണ്ടല്ലോ, അതിനുവേണ്ടി നമ്മൾ ഫോസിൽ ഫ്യൂൽസ് ബേൺ ചെയ്യുകയാണ്. എവിടെയോ ഒരു സ്ഥലത്ത് കോൾ അല്ലെങ്കിൽ ഡീസൽ ബേൺ ചെയ്തിട്ടാണ് ഇവിടെ നിങ്ങൾ ഇലക്ട്രിക് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇവിടെ നെയ്യാറ്റിൻകര നോക്കുമ്പോൾ നമ്മൾ സേഫ് ആയിരിക്കും. എർത്ത് എസ് എ ഹോൾ നോക്കുമ്പോൾ എവിടെയോ ഒരിടത്ത് കാർബൺ ഫുട് പ്രിന്റ് കൂടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെ കുറയ്ക്കണമെങ്കിൽ ഒരേ ഒരു വഴി എന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ദാറ്റ് ഷുഡ് കം ഫ്രം സോളാർ പവേർഡ് എന്ന് ഞാൻ പറയുന്നില്ല, ദാറ്റ് ഷുഡ് ബി ഫ്രം റിന്യൂവബിൾ എനർജി, വിൻഡ് എനർജിയോ സോളാർ എനർജിയോ. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഡ്രീമിലോട്ട് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ ഞാൻ അതിൻ്റെ ചില ഫോട്ടോസ് ഡ്യൂ ടു വണ്ട് ഓഫ് ടൈം ഐ ആം സ്കിപ്പിംഗ് ഓൾ ദോസ് തിങ്സ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു പ്രോജക്റ്റാണ് വേസ്റ്റ് ടു എനർജി. ഒരുപക്ഷെ ഏറ്റവും കോൺട്രവേഴ്സ്യൽ പ്രോജക്റ്റും നമ്മളെന്നാൽ ഏറ്റവും വലിയൊരു ചലഞ്ചായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളതുമാണ് വേസ്റ്റ് ടു എനർജി. ടൺ ആണ് അതിൻ്റെ ഫുൾ കപ്പാസിറ്റി. പക്ഷേ നമ്മൾ ഇമീഡിയറ്റ്ലി അതിൻ്റെ വർക്ക്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് 5 ടൺ കപ്പാസിറ്റി വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ 5 ടൺ നമുക്ക് വേസ്റ്റ് എങ്കിലും വേണം മിനിമം ഇത് റൺ ചെയ്യാൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നിംസ് മെഡിസിറ്റിയിൽ നിന്ന് നമ്മൾ ഒരു ദിവസം 1 ടൺ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബാക്കി 4 ടൺ വേസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് എടുക്കാൻ പോവുകയാണ്. സാധാരണ എല്ലാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള പരാതി എന്ന് വെച്ചാൽ നിങ്ങൾ ആവശ്യത്തിലധികം വേസ്റ്റ് പുറത്തോട്ട് തള്ളുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രോജക്റ്റിലൂടെ നമ്മൾ വിഭാവനം ചെയ്യുന്നത് 2 നമ്മുടെ വേസ്റ്റിനേക്കാൾ 4 മടങ്ങ് വേസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് എടുത്ത് ട്രീറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രിലിമിനറി സ്റ്റേജസ് ആണ്. ടൈം ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ സ്പീഡപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതുപോലെ കൂടെ പുതിയ അപ്കമിങ് പ്രോജക്ട്സും ഉണ്ട് നമുക്ക്. ഫോർ എക്സാമ്പിൾ മെഡിക്കൽ ഓക്സിജൻ പ്ലാന്റ്, അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ട സ്ഥലം ഇല്ല ഇനി സോളാർ പാനൽസ് ഫിക്സ് ചെയ്യാൻ, അതുകൊണ്ട് സോളാർ കാർപോർട്ട്, അതുപോലെ തന്നെ മൈക്രോ വിൻഡ് മിൽ. ഈ രീതിയിലൂടെയെല്ലാം നമുക്ക് പ്രധാനമന്ത്രിയുടെ സ്വപ്നത്തിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതിനുവേണ്ട എല്ലാ സഹകരണങ്ങളും നമുക്ക് ആൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുന്നു, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നും സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും. ഇതിനുവേണ്ട മറ്റെല്ലാ സഹായ സഹകരണങ്ങളും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും, തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും എന്ന വിശ്വാസത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാനാജി സാറ്റ് എന്ന് പറയുന്ന ചെറിയൊരു പ്രോജക്റ്റിൻ്റെ നിഷ് യൂണിവേഴ്സിറ്റിയുടെ പ്രോജക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ഞാൻ ഡോക്ടർ ഷാജി ചെയ്തിട്ട് അതിനു മുമ്പായി ബഹുമാനപ്പെട്ട മന്ത്രിയെ നമ്മുടെ NIU സാറ്റ് ഇതിനു മുൻപ് നമ്മൾ ലോഞ്ച് ചെയ്ത സാറ്റലൈറ്റിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അതിനെ റിവീൽ ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ ക്ഷണിക്കുന്നു. Most respected Minister of State for Skill Development, Electronics and Information Technology, Honorable Pro Chancellor Sri M.S. Faisal Khan, General Manager Dr. Sajju, Medical Officer Manju Thampi, Dr. Manju Thampi, other officials from NIMS Group of Institutions, learned professors, and the students from NIMS Group of Institutions, friends from media, social public in such disaster situation. So we started discussing with that particular motto, and first we thought if we develop an infrastructure facility for monitoring such activity, so definitely that will help the rural public in such disaster situation. But if you are developing an infrastructure on the surface of the earth, that may also get affected because of such disasters. So if you have some observation system in space, so definitely that with that facility, we must be able to monitor such type of disasters. With that initiative, we thought of developing a satellite. So it was something like a dream for an academic institution at that particular time of developing a satellite to monitor disasters.
So we started from the scratch, the initial analysis of that structural stability of the satellite and what are the corresponding frame structures required for operation of all the satellite. All those components have been analyzed, designed and tested by the students and faculty members of our own institution. And so we developed all the components. And so based on that, we have decided the NIU sat structure, electrical power system, onboard computer, transceivers, receivers, all components, and we have assembled and we have tested. And in addition to that, we have developed our own infrastructure for assembly, integration and testing of all the components on the campus of our university. Then, so we did an initial survey. So prior to that, already most of the students' satellite failed because of the failure of a small component in the satellite. So what we thought is our satellite should not fail. So what we did is we made all system completely redundant. 2 sets of battery, 2 sets of onboard computer, 2 sets of transmission transceivers, 2 sets of micro reaction wheels. All the components are redundant and we have devised our own automatic switching logic circuit for switching from one device to another device. If you are not getting a signal from a particular period of time, automatically satellite. And so these are the corresponding infrastructure facilities that are developed in our campus for the satellite assembly, integration and testing. And after that, it has been successfully launched. And these are the corresponding thing. So our operations of the satellites are being listed in ISRO's or Space Research Center website. And it has been listed in NASA also. Noor Islam University student satellite operations and functions have been listed in NASA Space Science Data Coordinated Activities also. And this NORAD is an international organization. Normally, they will give a unique ID for all the corresponding space objects. Once we launch something into space, NORAD will give a unique ID for that. And this is the corresponding photograph of the position of the satellite yesterday night evening. The position of the satellite is being shown here. And so it is in orbit, and this software will help us to give the prediction also. Tomorrow at what time it will reach our point, and this is the corresponding today morning's pathway of our satellite, the predicted satellite view of that particular thing. So with all this, and we got a tie-up with INRO, Israel Space Organization, for collaborative program in satellite technology. So this is a photograph. Then that was our first mission. Then what we thought is how we can help the public with the particular technology what we have established in our campus. Now, today we are talking about net zero emission and how we are going to monitor the air pollutants across the country. So that is a very big issue what we are facing today. And what we thought is, so we can have 2 different types of options for this. One is if you deploy sensors across the nation like this, and if you have a mechanism of consolidating all the corresponding air pollutants level from across the country with the help of a satellite. So that is one possible solution by which you will get a corresponding overall statistics of the air pollutants and the density of the impact of the corresponding air pollution across country. So that was the survey we did that. But another one practical difficulty for this particular problem is, so we need to reach out to all corners of the country and we have to deploy the sensors and we need to maintain that also. That is another big hurdle. So what we thought is, so instead of that, how can we have some mechanism to monitor from space? So with that, we did some analysis and we find out that using this midwave multiband IR camera, so if you use the appropriate filters, so we must be able to analyze the corresponding presence of CO2, presence of methane on the Earth's surface from space. That technology. So if you are making use of that appropriate filters and accordingly, if you have the corresponding control logic circuit for the detection of that particular signal, so that will help us to monitor the corresponding air quality on the Earth's surface from space. And we thought, so we can build that second satellite with the help of that. And we have named this particular satellite as Nanaji Sat because we know that Nanaji Deshmukh is a great activist and he has given a lot of work for the development of underprivileged, and to honor that corresponding work that is being done by Nanaji Deshmukh, we have named our satellite as Nanaji Sat. And these are the corresponding architectural design phases of our satellite. Then another thing is our semiconductor technology. So definitely we need to make use of the semiconductor technology effective for the production of all these particular electronic components. And recently we have signed an MOU with 5 different Taiwan universities
for this Global Venture Semiconductor Technology Initiative. And we are also in the process of establishing a small semiconductor technology-based lab inside our university, so that the initial simulation study, analysis, and all those functionalities can be done at our university, and the further refined development can be done at Taiwan with the help of this particular collaborative program. This is also another part of this particular satellite initiative. We are doing this. And so we have divided this particular phase of this project as five different phases, starting from the corresponding preliminary kickoff start project from March 2024, and we are planning to complete all this particular activity in the month of July 2025. So this is our initiative about this particular project. Thank you, sir. Thank you very much. So in this, related to this particular thing, so we are in the process of inviting the students, engineering students of Trivandrum districts also, to work along with the scientists and researchers of our university for this particular NanoG satellite. And definitely we are looking for the Government of India support also for the semiconductor technology and the AI-based camera development process. So we need the support of Government of India also. Thank you, sir. യോഗത്തെ അഭിസംബോധന ചെയ്യുവാനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പ്രസംഗിക്കില്ല. ഐ വിൽ ഒരു പ്രസൻറ്റേഷൻ അങ്ങ് തരാൻ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നമുക്ക് നടത്താം. എൻ്റെ ഫൈസൽ ഖാൻജി പറഞ്ഞ മാതിരി നമ്മുടെ എല്ലാവരും ഒരു സങ്കല്പം, നമ്മുടെ പ്രധാനമന്ത്രിജിൻ്റെ സങ്കല്പമാണ് നമ്മളെ ഒരു വികസിത് ഭാരതം, ഒരു ഡെവലപ്ഡ് ഇന്ത്യ. ആ ഒരു ഒബ്ജക്റ്റീവ് മനസ്സിൽ വെച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകണം. അദ്ദേഹം പറഞ്ഞത് ഹിന്ദിയിൽ പറഞ്ഞു, യഹി സമയ ഹെ, യഹി സഹി സമയ ഹെ, ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഞാനിത് കുറച്ചു കാലമായിട്ട് സ്റ്റുഡൻസ്, ഇതിപ്പോൾ എൻ്റെ 86ാമത്തെ യൂണിവേഴ്സിറ്റി ക്യാമ്പസാണ് മിനിസ്റ്ററായിട്ട് ഞാൻ വിസിറ്റ് ചെയ്യുന്നത്, 86th. ഞാൻ ഇത് വിസിറ്റ് ചെയ്യുന്നത് എനിക്ക് വേറെ പണിയില്ലായിട്ടല്ല, അതുകൊണ്ടല്ല ഞാൻ വിസിറ്റ് ചെയ്യുന്നത്. നമ്മുടെ സർക്കാർ, നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ചെയ്യുന്ന പണിയെല്ലാം അതിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റേക്ക് ഹോൾഡർ ബെനിഫിഷ്യറി ഉണ്ടെങ്കിൽ ഇന്നത്തെ സ്റ്റുഡൻസാണ്. അത് എന്തുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. അത് കാണിക്കുന്ന മുമ്പ് ഞാൻ ഇത് രണ്ടും ഫൈസൽ ഖാൻജിയും പറഞ്ഞു, ഞാനും പറയുന്നു, നിങ്ങളുടെ കരിയറിൽ ഈ രണ്ട് പ്രോഗ്രാം, ഈ രണ്ട് കോൺസെപ്റ്റ് മനസ്സിൽ വെക്കണം. ഡിജിറ്റൽ ഇന്ത്യ, സ്കിൽ ഇന്ത്യ. ഈ വരുന്ന ടൈമിലും വരുന്ന കൊല്ലത്തിലെല്ലാം ഈ ഇൻക്രീസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ഇഷ്യൂസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും ഇമ്പാക്റ്റ്ഫുൾ നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ഫ്യൂച്ചറിലും, നിങ്ങളുടെ ഫ്യൂച്ചർ പുരോഗതിയും നിങ്ങളുടെ ഫ്യൂച്ചർ വികസനത്തിനും ഇതാണ് ഏറ്റവും വലിയ ഇമ്പാക്റ്റ്ഫുൾ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഞാനൊരു മലയാളിയാണ്. ഒരു ചെറിയൊരു ഗ്രാമം ദേശമംഗലം കൊണ്ടുവരുന്നതാണ് എൻ്റെ ഫാമിലി വരുന്നത്. എന്നോട് ചോദിക്കുന്ന ആൾക്കാർ, നിങ്ങൾ മലയാളിയാണോ, എവിടുന്നാണോ? എന്നോട് 2006 ഞാൻ ആദ്യം രാജ്യസഭ എൻ്റെ ഫോം ഫില്ല് ചെയ്യുമ്പോൾ എന്നോട് ഒരു റിട്ടേണിംഗ് ഓഫീസർ മിസ്റ്റേക്ക് ചെയ്തിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാണ്? കന്നഡയിലായിരുന്നു. വേർ ആർ യു ഫ്രം? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അത് ഷോർട്ട് വെർഷനാണ് വേണ്ടത്, ലോങ് വെർഷനാണ് വേണ്ടത് അതിൻ്റെ റെസ്പോൺസ്. ബിക്കോസ് ഞാനൊരു മലയാളിയാണ്, ബട്ട് ബോൺ ഇൻ ഗുജറാത്ത്, ലിവ്ഡ് ഇൻ 12 cities, സെറ്റിൽഡ് ഇൻ ബാംഗ്ലൂർ. അതല്ല, ഞാൻ കഥ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, വേണ്ട ലീവ് ഇറ്റ്, ഐ വിൽ ടേക്ക് യുവർ വേർഡ് ഫോർ ഇറ്റ്. ബട്ട് എസെൻഷ്യലി ഞാൻ ഒരു മലയാളിയാണ്. എൻ്റെ ആദ്യത്തെ ഏർലി സ്കൂളിംഗ് വാസ് ഇൻ തൃശ്ശൂർ. എൻ്റെ ജേർണി ഒരു 10-30 കൊല്ലം മുമ്പേ ഐ വാസ് ലൈക്ക് യു, ഐ വാസ് എ സ്റ്റുഡൻറ്റ്. ഞാൻ ആദ്യം
കോളേജ് കഴിഞ്ഞിട്ട് ഒരു മാസ്റ്റേഴ്സ് കമ്പ്യൂട്ടർ സയൻസിൽ ചെയ്തു. എൻജിനീയറിംഗ് ആണ് അണ്ടർ ഗ്രാജുവേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് US പോയി പഠിച്ചു. അത് കഴിഞ്ഞിട്ടൊരു ഇൻറ്റൽ എന്ന് പറഞ്ഞൊരു ചിപ്പ് ഡിസൈനിങ് കമ്പനിയിൽ അവിടെ ഞാൻ ചിപ്പ് ആർക്കിടെക്റ്റായി. ഇങ്ങോട്ട് മടങ്ങി വന്ന് 1991-92 മടങ്ങി വന്ന് ഇവിടെ നമ്മുടെ നാട് കേരളത്തിൻ്റെ ഏറ്റവും ആദ്യത്തെയും വലിയ സെല്ലുലർ കമ്പനി ഞാൻ തുടങ്ങി. 2006 ഞാൻ പോളിറ്റിക്സ് പബ്ലിക് ലൈഫ് ജോയിൻ ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരും മുമ്പ് നിന്ന് എൻ്റെ ലൈഫ് ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇതൊരു ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് പ്ലീസ് നന്നായി സീരിയസ് ആയിട്ട് എടുക്കണം. ഞാൻ പറയുന്നത് സത്യമാണ്. ഇന്ന് ഇന്ത്യ ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റിലാണ്. ഇൻഫ്ലക്ഷൻ പോയിന്റ് ദോസ് ഹു സ്റ്റഡി മാത്തമാറ്റിക്സ് അവർക്ക് മനസ്സിലാവും. ഒരു എക്സ്പോണൻഷ്യൽ കർവിൽ ഒരു പോയിന്റ് ഉണ്ട്, വെൻ ദ കർവ് ബിക്കംസ് എക്സ്പോണൻഷ്യൽ. ഇന്ത്യൻ്റെ ജേണി 75 കൊല്ലം ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് കുറേ കൊല്ലം ഇങ്ങനെയായിരുന്നു, ഒരു ഫ്ലാറ്റ് മാർജിനൽ ഗ്രോത്ത്. ഇന്ന് ഇന്ത്യൻ്റെ ഡെവലപ്മെൻറ്റ് ഈ ലെവലിൽ പോവാനാണ് പോയിസ്ഡ്. അപ്പോൾ ഞാൻ 2 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നു. ഒന്ന്, ദിസ് ഈസ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പീരിയഡ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. അതൊന്ന് നിങ്ങൾ പറയും, ഓക്കെ ഫൈൻ. രണ്ടാമത്തേത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു, ഇന്നത്തെ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും ലക്കിയസ്റ്റ് ജനറേഷനാണ്. അത് എന്തുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ബട്ട് യു ആർ ദ ലക്കിയസ്റ്റ് ജനറേഷൻ ഓഫ് ഇന്ത്യൻസ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. നമ്മൾ കഴിഞ്ഞ 20 കൊല്ലം നോക്കുമ്പോൾ 10 കൊല്ലം, ഇത് ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല, ബട്ട് ഒരു ഫാക്റ്റാണ്. 10 കൊല്ലം വി വേസ്റ്റഡ്. പിന്നെ ഒരു 10 കൊല്ലം 5 കൊല്ലം അടുത്ത 5 കൊല്ലം ഇന്ത്യനെ റീബിൽഡ് ചെയ്തു. ഇന്ന് ഈ ഇന്ത്യ ഒരു പുതിയ ഭാരതമാണ്, ന്യൂ ഇന്ത്യ ആണ്. അത് ഞാൻ കോളേജിലെല്ലാം പോകുമ്പോൾ, നിങ്ങളെല്ലാം യു ആർ ഓൾ യങ്സ്റ്റേഴ്സ്, ഞങ്ങളെല്ലാം കുറച്ചൊരു ഇവിടെ അറ്റ്ലീസ്റ്റ് 1 or 2 people ആർ സ്ലൈറ്റ്ലി ഓൾഡർ. ഫൈസൽ ഇസ് സ്റ്റിൽ യങ്. ഇത് പറയുമ്പോൾ യങ്സ്റ്റേഴ്സ് പറയും ഇതെന്ത് സാധനം ഓൾഡ് ഇന്ത്യ. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാം ന്യൂ ഇന്ത്യ അല്ലേ. അപ്പോൾ ആ ഓൾഡ് ഇന്ത്യ എന്താണ് സാധനം എന്ന് ഡിസ്ക്രൈബ് ചെയ്യണം. ഈ ഓൾഡ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 75 കൊല്ലമായില്ലേ ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട്. ഈ ഓൾഡ് ഇന്ത്യ പറയുമ്പോൾ ഞാൻ 3-4 എക്സാമ്പിൾസ് തരാം. വാട്ട് ഈസ് ഡിസ്ക്രൈബിങ് ഓൾഡ് ഇന്ത്യ. ഓൾഡ് ഇന്ത്യനെ പറ്റി പറയുമ്പോൾ അന്ന് പണ്ടെല്ലാം ഇത് നല്ല കൺട്രിയാണ്, നല്ല ആൾക്കാരാണ്, ബട്ട് അവിടുത്തെ സിസ്റ്റം മോശമാണ്. സിസ്റ്റം മോശം എന്ന് പറഞ്ഞാൽ അവിടെ ഗ്രോത്തോ അവിടെ ഡെവലപ്മെൻറ്റോ അതൊന്നും നടക്കാത്തൊരു ഇന്ത്യയാണ്. അവിടെ ഗവൺമെൻറ് സിസ്റ്റം അവിടുന്ന് 100 രൂപ ഡൽഹിയിൽ നിന്ന് വിട്ടാൽ എത്തുന്നത് ബെനിഫിഷ്യറീസിൻ്റെ കയ്യിൽ 15 രൂപയാണ്. ഇത് ഞാനല്ല പറയുന്നത്, ഇത് നരേന്ദ്രമോദിജി അല്ല പറയുന്നത്. 85-86 അന്നത്തെ പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതായിരുന്നു ഒരു ഇന്ത്യനെ പറ്റി ഡിസ്ക്രിപ്ഷൻ. സെക്കൻഡ്, ഇന്ത്യയിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഒരു ഫേമസ് ഫാദർ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കണക്ഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ അച്ഛനമ്മൻ്റെ കൂടെ കുറെ കാശുണ്ടാവണം. ഒരു ആവറേജ് ഇന്ത്യൻ സിറ്റിസൺ ആൻഡ് സക്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, ആ ഗ്യാപ്പ് ഭയങ്കര ഗ്യാപ്പ് ആയിരുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 2012 ഞാൻ പാർലമെൻറ്റായി ഞാൻ മിനിസ്റ്റർ ആയിരുന്നില്ല, ഒരു ഓപ്പോസിഷൻ MP ആയിരുന്നു. ഞാൻ ഒരു ഫാക്ട് പാർലമെൻറ്റിൻ്റെ മുമ്പ് വെച്ചു. ഇന്ത്യൻ്റെ ബാങ്കിങ് സിസ്റ്റമിൻ്റെ 97% നെറ്റ്വർത്ത്, 97, ഇവിടെ എക്കണോമിക് സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? എനിവേ 97% ഓഫ് ഇന്ത്യാസ് ബാങ്കിങ് സിസ്റ്റംസ് നെറ്റ്വർത്ത് അത് ബോറോ ചെയ്തത് 9 ഫാമിലീസ്, 9 ഗ്രൂപ്പ്. അപ്പോൾ ഒരു യങ്സ്റ്റർ ആണെങ്കിലും ഒരു ഐഡിയ ഉണ്ട്, എനിക്ക് എന്തെങ്കിലും തുടങ്ങണം, എനിക്ക് തുടങ്ങാനുള്ള
ശക്തിയുണ്ട്, ഐഡിയ ഉണ്ട്, കേപ്പബിലിറ്റീസ് ഉണ്ട്. അതിന് കാശ് കിട്ടാൻ ഭയങ്കര ഒരു ബാരിയറായി. ഇത് രണ്ടാമത്തെ ഇഷ്യൂ. നറേറ്റീവ് ഇന്ത്യനെ പറ്റി. മൂന്നാമത്തെ നറേറ്റീവ്, ഇന്ത്യ ഒരു പാവം കൺട്രിയാണ്, പുവർ കൺട്രിയാണ്. ഈ ഇന്ത്യയിൽ റിസോഴ്സസ് ഇല്ല വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചറിന്. ഈ ഇന്ത്യയിൽ നമ്മുടെ സെക്യൂരിറ്റിക്ക് കാശ് സ്പെൻഡ് ചെയ്യാൻ കാശില്ല. ഈ ഇന്ത്യയിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു മാർജിനൽ ഗ്രോത്ത് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. ഇതാണ് ഇന്ത്യ. ഈ ഡിസ്ക്രിപ്ഷൻ, ഇന്ത്യനെ പറ്റി ഡിസ്ക്രിപ്ഷൻ ഏറ്റവും എൻജോയ് ചെയ്തത് നമ്മുടെ നോർത്തിലൊരു കൺട്രി ഉണ്ട്, ചൈന എന്ന് പറഞ്ഞിട്ട്. അവർ ഒരു 30 കൊല്ലം 25 കൊല്ലം 30 കൊല്ലം ഒരു പ്രോപ്പഗാൻഡ അങ്ങ് നടത്തി. എന്താ പ്രോപ്പഗാൻഡ? ഏഷ്യയിൽ ഡെമോക്രസീസ് ക്യാൻ നെവർ വർക്ക്. അതായിരുന്നു അവരുടെ ഒരു പ്രോപ്പഗാൻഡ. ഏഷ്യയിൽ ഡെവലപ്മെന്റ് ക്യാൻ ഓൺലി ഹാപ്പൻ വിത്ത് അതോറിറ്റേറിയൻ റെജീംസ്. അതിങ്ങനെ 25 കൊല്ലം അവരിങ്ങനെ ഈ ഒരു മിത്ത് അവർ പ്രോപ്പഗേറ്റ് ചെയ്തു. ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എന്താ? നമ്മുടെ ഓൾഡ് ഇന്ത്യ കുഡ് നെവർ പെർഫോം. പിന്നെ അഴിമതി, ഈ സിസ്റ്റം, നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മാതിരി ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതെല്ലാം കണക്റ്റഡ് ആൾക്കാർക്ക്, ക്രോണി കണക്ഷൻസ്. അതേ ഓൾഡ് ഇന്ത്യനെ ഞാൻ പറയുന്നു, ഇന്ന് 100 റുപ്യ ഡൽഹിയിൽ നിന്ന് വിട്ടാലോ ഇത് സ്റ്റേറ്റ് ക്യാപിറ്റലിൽ നിന്ന് വിട്ടാൽ ബെനിഫിഷ്യറീസിന് ആ 100 റുപ്യേൻ്റെ 100 റുപ്യ എത്തും. ടെക്നോളജീൻ്റെ എനേബിൾമെൻറ്റ്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സ്കീം. അതേ ഇന്ത്യ, അതേ ഇന്ത്യൻസ്, അതേ സിസ്റ്റം. നമ്മൾ ആ ഇൻ്റർമീഡിയേഷനും ലീക്കേജും കറപ്ഷൻ ത്രൂ ടെക്നോളജി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി has solved. ഇന്ത്യയിൽ പാവം കൺട്രിയാണ്, ഇൻഫ്രാസ്ട്രക്ചറിന് കാശില്ല. ഈ ഇന്ത്യ, നിങ്ങൾ സ്റ്റുഡൻ്റ് ആവുന്ന ആ ഇന്ത്യയിൽ ഇന്ന് 11 lakh crores മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ, ഹൈവേസ് ആണോ, എയർപോർട്ട്സ് ആണോ, പോർട്ട്സ് ആണോ, റോഡ്സ് ആണോ, റെയിൽവേസ് ആണോ, റെയിൽവേ സ്റ്റേഷൻസ് ആണോ, എല്ലാം ഉണ്ടാക്കുന്നത് അതേ ഇന്ത്യ. അതേ പണ്ടൊരു പാവം ഇന്ത്യ ഇന്ന് 11 lakh crores ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ പണ്ടുള്ള ഓൾ ഇന്ത്യയിൽ കണക്ഷൻ ഇല്ലാണ്ട് സക്സസ്, പുരോഗതിയും ഡെവലപ്മെൻറ്റ് ഇല്ലാത്ത ഒരു ഇന്ത്യയിൽ ഇന്ന് 1.5 ലക്ഷം സ്റ്റാർട്ടപ്സും 108 യൂണിക്കോൺസും, ആരുടെയും ഫേമസ് ഫാദർ ഇല്ല, ആർക്കും പൊളിറ്റിക്കൽ കണക്ഷൻ ഇല്ല. അവരവരുടെ ഐഡിയ എടുത്തു, ക്യാപിറ്റൽ റേസ് ചെയ്തു, ഒരു ബ്ലോക്കേജും ഇല്ല. അവർ സക്സസ്ഫുൾ കമ്പനീസ് തുടങ്ങി. സക്സസ് സ്റ്റോറീസ്, അവരുടെ കരിയറും അവർക്ക് സക്സസ് ക്രിയേറ്റ് ചെയ്തു. ഇതേ ഇന്ത്യ ഇന്ന് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി ഇൻ ദ വേൾഡാണ്. ഇതേ ഇന്ത്യയിൽ ടാക്സ് റവന്യൂസ് എല്ലാ കൊല്ലം ടാർഗറ്റിൻ്റെ എക്സീഡ് ചെയ്യുന്ന 25-30% ആണ്. പണ്ടൊരു പാവം ഇന്ത്യ, ഇന്നൊരു ന്യൂ പ്രോസ്പെറസ് ഹാർഡ് ചാർജിങ് അൺസ്റ്റോപ്പബിൾ ഇന്ത്യ. ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ ഗ്രോത്ത്, വി ആർ ഹയസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി ഇൻ ദ വേൾഡ്. Inflation amongst the lowest in the world. Infrastructure as a percentage of GDP amongst the highest ever. Forex reserves 616 billion, record, third largest reserves in the world. ഒരു കാലത്ത് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു കൺട്രിയാണെന്നാണ് നെറേറ്റീവ്. ഇന്ന് 780 കോടിൻ്റെ എക്സ്പോർട്ട്സ്. ഇന്ത്യയിൽ ജോബ് ക്രിയേഷൻ ഉണ്ടാവില്ല, നമ്മളെല്ലാവരും പാവമായിരിക്കും, പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ജോബ് കിട്ടില്ല. ഇന്ന് റെക്കോർഡ് ജോബ്സ് ആർ ബീങ് ക്രിയേറ്റഡ്. ഒരു കാലത്ത് ഫ്രജൈൽ ഇക്കോണമി എന്ന് പറഞ്ഞ ഇന്ത്യ 2014 ഇന്ന് ടോപ്പ് 5 ഇക്കോണമീസ് ആയിരിക്കുന്നു. എന്നിട്ട് ഇന്ത്യ ഇപ്പോൾ ഇറ്റ് ഹാസ് ബിക്കം
നിങ്ങളുടെ ഇന്ത്യ, നിങ്ങൾ ഇൻഹെറിറ്റ് ചെയ്യാൻ പോകുന്ന ഇന്ത്യ ഹാസ് ബിക്കം an India that is showing its full potential. ഇന്നോവേഷൻ, സ്റ്റാർട്ടപ്സ് ആൻഡ് ടെക്നോളജിയിൽ ഒരു സമയത്ത് നമ്മൾ ടെക്നോളജി കൺസ്യൂമേഴ്സ് ആയിരുന്നു. വി യൂസ് ടു കൺസ്യൂം ടെക്നോളജി ഫ്രം അതർ കൺട്രീസ്. ഇന്ന് നമ്മൾ ടെക്നോളജി പ്രൊഡ്യൂസ് ചെയ്തിട്ട് വേറെ കൺട്രീസിന് കൊടുക്കുന്നു, വേറെ കമ്പനീസിന് കൊടുക്കുന്നു, വേറെ കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നു. ഡിജിറ്റൽ ഇന്ത്യ ഈ പ്രോഗ്രാം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നു. നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ആ ഇന്ത്യ DPI, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ട്. കോവിൻ ആപ്പ്, ഡിജി ലോക്കർ, ആധാർ, ഇതെല്ലാം ഇപ്പോൾ 32 കൺട്രീസ് വേൾഡ് വൈഡ് നമ്മളുടെ അടുത്ത് നിന്ന് എടുക്കുന്നു. നമ്മൾ പ്രൈം മിനിസ്റ്റർ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അവരുടെ ഇക്കോണമീസിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യ ഹാസ് മെയ്ഡ് ഇന്ത്യ എ ടെക്നോളജി ലീഡർ ആൻഡ് എ ഗിവർ ഓഫ് ടെക്നോളജി ടു അതർ കൺട്രീസ്. ഡിജിറ്റൽ പേയ്മെൻറ്റ്സ്, ഒരു സമയത്ത് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ കോംപ്ലക്സ് ബാങ്ക് പോയി ലൈനിൽ നിന്ന് ഇതെല്ലാം ചേഞ്ച് ചെയ്തിട്ട് വി ആർ ബിക്കമിങ് ദ ബിഗ്ഗസ്റ്റ് ഡിജിറ്റൽ ഇക്കോണമി ഇൻ ദ വേൾഡ്. ഇന്റർനെറ്റിന്റെ ദുനിയാൽ നമ്മളിപ്പോൾ ലാർജസ്റ്റ് കണക്റ്റഡ് കൺട്രി ഇൻ ദ വേൾഡ് ആയിരിക്കുന്നു. എല്ലാവരുടെ അടുത്ത് മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. 2014 90% ഓഫ് മൊബൈൽ ഫോൺ നമ്മൾ ഇമ്പോർട്ട് ചെയ്തായിരുന്നു. ഇന്ന് 100% നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണോ അത് സാംസങ് ആണോ ആപ്പിൾ ആണോ ഏതെങ്കിലും ആണോ, ഇന്ത്യയിൽ മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. എന്നിട്ട് കഴിഞ്ഞ കൊല്ലത്തിൽ 1 ലക്ഷം കോടി മെയ്ഡ് ഇൻ ഇന്ത്യ മൊബൈൽ ഫോൺസ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് US-ലേക്കും ഓസ്ട്രേലിയയിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും അയച്ചിരിക്കുന്നു. അതാണ് ട്രാൻസ്ഫർമേഷൻ. അതാണ് നിങ്ങളുടെ ന്യൂ ഇന്ത്യ. ഞാൻ പറഞ്ഞ മാതിരി 2014 ടോട്ടൽ നമ്മുടെ നാട്ടിൽ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് 1 ലക്ഷം കോടീൻ്റെ കമ്മിയായിരുന്നു. 2027 ആ 1 ലക്ഷം കോടീൻ്റെ ഇലക്ട്രോണിക്സ് ആവുന്നു 23 ലക്ഷം കോടി. 23 times growth in almost just a decade. ഞാൻ പറഞ്ഞ മാതിരി ഇന്ത്യ ഇപ്പോൾ ടെക്നോളജി പാർട്ട്ണർ ആവുന്നു വേൾഡിൻ്റെ. ഇന്ന് രാവിലെ സെമി കണ്ടക്ടറിൻ്റെ വേൾഡിൽ നമ്മൾ ഒരു പ്രസൻസ് ഇല്ലാത്ത ഇന്ത്യ, 75 കൊല്ലമായിട്ട് ഇന്ത്യ സെമി കണ്ടക്ടറിൻ്റെ ദുനിയാവുന്ന ആബ്സെൻ്റ് ആയിരുന്നു. ജാനുവരി 22 ലോഞ്ച് ചെയ്ത ഈ സെമി കണ്ടക്ടർ പ്രോഗ്രാമിൻ്റെ കാരണം ഇന്ന് പ്രൈം മിനിസ്റ്റർ ലോഞ്ച് ചെയ്തു 1.5 ലക്ഷം 1.6 lakh crores-ന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്. ഞാൻ പറഞ്ഞത് ഇതൊരു ഹെഡ്ലൈൻസ് ആണ്. വി ആർ നൗ ദ സെക്കൻഡ് ലാർജസ്റ്റ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചർ ഇൻ ദ വേൾഡ്. ഒരു സമയത്ത് ഇത് ഫുള്ളി ഡോമിനേറ്റഡ് ബൈ ചൈന ആയിരുന്നു. ഇന്ന് ഇത് ലോഞ്ചായി. ഇത് സെമി കണ്ടക്ടർ ഈക്കോ സിസ്റ്റമിൻ്റെ ഒരു കംപ്ലീറ്റ് റോബസ്റ്റ് ഈക്കോ സിസ്റ്റം ഈ 2 കൊല്ലത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ. വലിയ വലിയ കമ്പനീസ്, റെനസാസ് ആണോ, ഇൻറ്റൽ ആണോ, മൈക്രോൺ ആണോ, അവരെല്ലാം ഇന്ത്യയിൽ മാനുഫാക്ചറിങ്, R&D, റിസർച്ച് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഇന്ത്യൻ്റെ പ്രോവസ്. INS വിക്രാന്ത്, ചന്ദ്രയാൻ. ഞാൻ പറഞ്ഞ മാതിരി ഇന്ത്യൻ്റെ ഒരു നെറേറ്റീവ് ആയിരുന്നു നമ്മുടെ കൺട്രിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒരു ഉണ്ടാവാത്ത ഒരു ഡെമോക്രസിയാണ്. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്ങിൻ്റെ നമുക്ക് കപ്പാസിറ്റി ഇല്ല. നമ്മൾ വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നു. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇത് നമ്മൾ ടെക്നോളജി എല്ലാം പറയുമ്പോൾ ഈ വീട്ടിൽ വെള്ളം 70 കൊല്ലം 75 കൊല്ലം ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ഇന്ത്യയിൽ 3 crores വീട്ടിൽ മാത്രമേ ടാപ്പ് വാട്ടർ ഉണ്ടായിരുന്നു. ബാക്കി 16 crores വീട്ടിലെ ആൾക്കാർ പോയിട്ട് അത് പുറത്തുനിന്ന് പോയി കൊണ്ടുവരിക, കിലോമീറ്റേഴ്സ് പുറത്ത് പോയി മണത്തിൽ കൊണ്ടുവരിക, കുടത്തിൽ കൊണ്ടുവരിക. ഇന്ന് 2019 to 2023 3 years 3.5 years 11 crore homes have got tap water. 25 കോടി
ജനങ്ങൾ ഔട്ട് ഓഫ് പോവർട്ടി ദേ ബീൻ ലിഫ്റ്റഡ്. വിമൻ പാർട്ടിസിപ്പേഷൻ, കുറേ ഐ എം സീയിങ് ലോട്ട് ഓഫ് യങ് ലേഡീസ് ആൻഡ് ഗേൾസ്. ഏറ്റവും ഹൈ വിമൻ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഹിസ്റ്ററി ഓഫ് ഇന്ത്യയിൽ ഇന്നാണ്. അത് ഫൈറ്റർ പൈലറ്റ് ആണോ, ആർമി കമാൻഡോ ആണോ, ഓൺട്രപ്രണർ ആണോ, ടെക്നോളജി കമ്പനി ആണോ, ഈ മൊബൈൽ ഫോൺസ് ഉണ്ടാക്കുന്ന കമ്പനീസിലെല്ലാം 78% എംപ്ലോയീസ് ആർ വിമൻ. എൻജിനീയേഴ്സ്, സൂപ്പർവൈസേഴ്സ് ആൻഡ് അസംബ്ലി. ഞാൻ 6 times rise in demand for women in manufacturing sector. ഇത് ഞാനൊരു എക്സാമ്പിൾ തരാണ്, എസ്പെഷ്യലി ഫോർ ദ യങ് ഗേൾസ്, യങ് ലേഡീസ്. നിങ്ങളെല്ലാം ഇൻസ്പയർ ചെയ്യാനൊരു എക്സാമ്പിൾ ഞാൻ പറയുന്നു, ബട്ട് ഇറ്റ് ഇസ് എ ട്രൂ എക്സാമ്പിൾ. ഞങ്ങളെ മിനിസ്ട്രിയിൽ എല്ലാ കൊല്ലം ഞങ്ങൾ ഒരു 1000 ഗവൺമെൻറ് സ്കൂൾ സ്റ്റുഡൻസിനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്രെയിൻ ചെയ്തിട്ട് അവരെ ഒരു കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയും. ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ കൊല്ലത്തിൽ ഏറ്റവും നല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാം ആപ്ലിക്കേഷൻ ചെയ്ത ഈ കുട്ടിയാണ്. ആ കുട്ടീൻ്റെ പേര് ഞാൻ മറക്കില്ല. 9th സ്റ്റാൻഡേർഡ്, ഒരു ഗവൺമെൻറ് ഹൈസ്കൂൾ UPൻ്റെ ഒരു 9th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് ആണ്. ലളിത്പൂർ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിൻ്റെ സ്കൂളിൽ നിന്ന്. പേരാണ് നന്ദിനി കുശ്വാഹ. ഈ കുട്ടി ഉണ്ടാക്കിയ AI ആപ്പ്, ക്യാമറയിൽ ഒരു പ്ലാന്റിൻ്റെ ഫോട്ടോ എടുത്താൽ ആ ആപ്പ് ഓട്ടോമാറ്റിക്കലി പറയും ആ പ്ലാന്റിലും ആ ക്രോപ്പിലും എന്താണ് ഡെഫിസിറ്റ്. വെള്ളമാണോ, ഫോസ്ഫറസ് ആണോ, പൊട്ടാഷ്യം ആണോ, യൂറിയ ആണോ, ഓട്ടോമാറ്റിക്കലി. ഇതാണ് ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ യു ആർ ലിവിങ് ഇൻ ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ടൈം ഓഫ് ഇന്ത്യ. ഞാൻ കുട്ടിയോട് ചോദിച്ചു, എന്തിനാ ഇത് ചെയ്തത്, ഇതെന്തിനാ ഈ ക്രോപ്പ് ഡിറ്റക്ഷൻ? കുട്ടി പറഞ്ഞു, എൻ്റെ അച്ഛൻ ഒരു ഫാർമറാണ്, ഞാനൊരു 5-6 കൊല്ലം കണ്ടിട്ടുണ്ട് അച്ഛൻ സ്ട്രഗിൾ ചെയ്യുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ എന്താണ് ക്രോപ്പിൻ്റെ പ്രോബ്ലം. എന്നിട്ട് ഞാനിത് പഠിച്ചു, പബ്ലിക്ലി അവൈലബിൾ ഡേറ്റാ സെറ്റ്സ് ആക്സസ് ചെയ്തു, എന്നിട്ട് ഞാൻ ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി. സോ ഇങ്ങനത്തെ പൊട്ടൻഷ്യൽ ഇന്ന് നിങ്ങൾ എല്ലാവരും മുമ്പ് ഉണ്ട്. ഇത് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിക്കുന്നു. Many vaccines have been produced in countries around the world. ഇത് ഐ എം ജസ്റ്റ് ഗിവിംഗ് യു സം ടെസ്റ്റിമോണിയൽസ്. എന്താണ്, വാട്ട് ഈസ് ദ വേൾഡ് ടോക്കിംഗ് അബൌട്ട്? സോറി, ഐ മേഡ് എ മിസ്റ്റേക്ക്. ഇന്ന് എന്താണ് റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഇൻ്റെ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഈ ന്യൂ ഇന്ത്യ, ഞാൻ പറഞ്ഞ ന്യൂ ഇന്ത്യനെ പറ്റി? മൈക്കിൾ സ്പെൻസ് എന്ന് പറഞ്ഞ നൊബേൽ പ്രൈസ് വിന്നർ ഉണ്ട്, പ്രൊഫസർ മൈക്കിൾ സ്പെൻസ്. റീസെൻ്റ്ലി അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ഹാസ് ബിൽഡ് ദ ബെസ്റ്റ് ഡിജിറ്റൽ ഇക്കോണമി ഇൻ ദ വേൾഡ്. വൺ ഓഫ് ദ ബെസ്റ്റ് അല്ല, ദി ബെസ്റ്റ് ഡിജിറ്റൽ ഇക്കോണമി ഇൻ ദ വേൾഡ്. ജിം ഒ'നീൽ അദ്ദേഹം പറഞ്ഞു, നോ അതർ കൺട്രി ഹാസ് എ ചാൻസ് of doing what India can do in the next 15 years. Pat Gelsinger, Intel എന്ന് പറഞ്ഞ വലിയ കമ്പനിയാണ്, സെമികണ്ടക്ടറിലെ കമ്പനി. He said in 23 March, I am very optimistic about India's future for the next decade. Bob Sternfels, McKinseyൻ്റെ CEO ആണ്. അദ്ദേഹം പറയുന്നു, it is not India's decade, it is India's century. UAE-ൻ്റെ ഡിജിറ്റൽ മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ കോട്ടാണ്, the future of technology will have Indian fingerprints on everything and everywhere. And he also said, India has created its own path in technology and others are following. ഞാനല്ല പറഞ്ഞേ, ഇത് അവരാ പറഞ്ഞത്. പ്രൈം മിനിസ്റ്റർ മോദി, ജോ ബൈഡൻ ആണെങ്കിലോ, സത്യ നടേല ആണെങ്കിലോ, സുന്ദർ പിച്ചായ് ആണെങ്കിലോ, ഇന്ത്യൻ്റെ പ്രോഗ്രസ് പറ്റി, ഇന്ത്യൻ്റെ ഫ്യൂച്ചറിനെ പറ്റി എല്ലാവർക്കും വളരെ ഓപ്റ്റിമിസം, വളരെ കോൺഫിഡൻസ്.
ടിം കുക്ക്, ആപ്പിൾ ഫോണിൻ്റെ CEO. There is a feeling that anything in India can be done and is possible. Chris Miller, Chipwara എഴുതിയ ഒരു ഓത്തറാണ്. India is focusing on every aspect of the semiconductor ecosystem like no one has ever done before. Bill Gates, India is not just a beneficiary of new breakthroughs, but is an innovator of the same. അപ്പോൾ ഞാൻ പറഞ്ഞ മതി ലിമിറ്റ്ലെസ് ഓപ്പർച്യൂണിറ്റീസാണ്. അത് സ്പേസ് ആണോ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണോ, ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ആണോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണോ. ഞാൻ ഫൈസൽജിയോട് പറയായിരുന്നു, മെഡിക്കൽ സ്റ്റുഡൻസ് ആൻഡ് എൻജിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ ഇൻ്റർ ഡിസിപ്ലിനറി കോഓപ്പറേഷൻ പാർട്ട്ണർഷിപ്പ് കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ ഹെൽത്ത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ സിന്തറ്റിക് ബയോളജി, ഇതെല്ലാം വരുന്ന കാലത്ത് ദീസ് ആർ ട്രെമെൻഡസ് ഓപ്പർച്യൂണിറ്റീസ്. ഇതാണ് നമ്മളുടെ എൻഡ് ഗോൾ. നമ്മളിപ്പോൾ 5th ലാർജസ്റ്റ് ഇക്കോണമിയാണ്, 3rd ലാർജസ്റ്റ് 2 കൊല്ലത്തിലാവും. നമ്മൾ ജർമ്മനി ആൻഡ് ജപ്പാനെ ക്രോസ് ആയിട്ട് നമ്മുടെ ഫ്രണ്ടിൽ ചൈന ആൻഡ് US, നമ്മൾ 3rd ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവേണ്ടത് 2nd ലാർജസ്റ്റ് ഇക്കോണമിയാണ് ബൈ 2047. അതാണ് എൻ്റെ പ്രസൻറ്റേഷൻ. ഞാൻ ഇത് വന്നത് നിങ്ങളെല്ലാം കുറച്ചൊരു ഇൻസ്പയർ ചെയ്ത് എങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്, ഞങ്ങളെല്ലാവരും കൂടെ വി ഷുഡ് മേക്ക് ദിസ് വികസിത് ഭാരതം പോസിബിൾ. ഈ 1 lakh സ്റ്റാർട്ടപ്സ് കൊണ്ട് വി ഷുഡ് റീച്ച് 10 lakh സ്റ്റാർട്ടപ്സ്. 108 യൂണിക്കോൺസ് ഷുഡ് ബിക്കം 10,000 യൂണിക്കോൺസ്. ഇലക്ട്രോണിക്സ് 2nd ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഒന്ന് 1st ലാർജസ്റ്റ് പ്രൊഡ്യൂസർ. ചിപ്പ് എല്ലാ പ്രോഡക്ട്സിലും ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ, ഡിസൈൻ ഇൻ ഇന്ത്യ ചിപ്സ് ഉണ്ടാവണം. ഇന്ത്യ 2036 ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കേരള നാട്ടിൽ നിന്ന് ഫുട്ബോൾ ടീമിലൊരു 5-6 സ്റ്റുഡൻസ് ഉണ്ടാവണം ആ ടീമിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ആണ് എനിക്ക് പറയാനുള്ളത്. ഐ വിൽ നൗ ലീവ് ഇറ്റ് ടു യു. താങ്ക് യു വെരി മച്ച് താങ്കളുടെ അറ്റൻഷൻ and your patience. Thank you. Good afternoon, sir. I am Krishna, currently pursuing biomedical engineering at NICH. Actually, sir, how does the ministry stay updated about the latest technologies and the particular fields developments to ensure that your programs are relevant and effective, sir? That's a very good question. English answer Malayalam. Preference? English or no? Whatever I can understand. Multiple choice. Okay. Okay, I choose English. അല്ല നോക്കൂ, ഇതിൽ ഞാൻ കോളേജസിലും പോകുന്ന യൂത്തിൻ്റെ കൂടെ മീറ്റ് ചെയ്തിട്ടാണ് one of the ways of keeping myself also fresh and current.
ഈ ടെക്നോളജീൻ്റെ വേൾഡിൽ എല്ലാ ദിവസവും ഒരു പുതിയ ഇന്നോവേഷൻ, പുതിയ ചേഞ്ച് വരും. അപ്പോൾ ഗവൺമെൻറ്റിൽ ഇരിക്കുന്ന ഒരു 10 കൊല്ലം മുമ്പേ 20 കൊല്ലം മുമ്പേ പഠിച്ച് അതിനെ റെഗുലേറ്റ് ചെയ്യാനോ അതിൻ്റെ പോളിസി ഉണ്ടാക്കാൻ പഠിക്കാണ്ട് പറ്റില്ല. സോ ഞാൻ എൻകറേജ് ചെയ്യും എൻ്റെ മിനിസ്ട്രിയിലെ എല്ലാവരെയും പോയിട്ട് മിങ്കിൾ വിത്ത് ദ യൂത്ത്. ബിക്കോസ് ഞാൻ ഒരു മീറ്റിങ്ങിൽ ഇങ്ങനത്തെ അല്ല, ഒരു സ്റ്റാർട്ടപ്പിൻ്റെ മീറ്റിങ്ങിൽ എന്നോട് ഒരു ഓഫീസർ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ ഓഫീസർ പറഞ്ഞു, നോ സർ, ഐ വിൽ മെൻറ്റർ ദം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വാട്ട് ആർ യു ഗോയിങ് ടു മെൻറ്റർ ദം, ബിക്കോസ് ദാറ്റ് 21-year-old നോസ് മോർ അബൌട്ട് ടെക്നോളജി ദൻ യു, സോ ഹീ ഓർ ഷീ ഷുഡ് മെൻറ്റർ യു. അപ്പോൾ ഞാൻ എസ്പെഷ്യലി മീ ആൻഡ് ഐ എൻകറേജ് എവറിബഡി ഇൻ മൈ ടീം, എല്ലാവരും പോയിട്ട് ഇങ്ങനെ അബ്സോർബ് ചെയ്യുക, പഠിക്കുക, engage with young students, because you know things that we don't know and we know things that you don't know. ആ ഒരു പാർട്ട്ണർഷിപ്പ് മോഡലിൽ നമ്മൾ ഇന്ത്യനെ മുമ്പോട്ട് കൊണ്ടുപോവുക, അതിനു വേണ്ടി പോളിസീസ് ഉണ്ടാക്കുക, അതിനു വേണ്ടി സ്കീംസ് ഉണ്ടാക്കുക. അതാണ് ഞാൻ ചെയ്യുന്ന മോഡൽ. Thank you, sir. Sir, my name is Aditya Asthana from Aerospace Department. But, sir, as we can see that with the development of technology, we are having very less things that are done by hands or by humans manually. So, this is a concern for me. I would like to ask, how does the ministry's plan to address the task of potential job displacement that is caused by AI and automation, particularly in traditional work? You're not a Malayali, Aditya, are you? No, No, sir. so I'll answer in English then. No, look, one of the realities about technology, and this is the history of technology, if you go through the history of technology much before you were born also, that technology always improves productivity. Technology, the main reason for technology and innovation is that you do more Yes, sir. than what you could do before, physically or whatever. അത് ഹ്യൂമൻ കൈൻഡ് ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ അത് എല്ലാ സ്റ്റേജിലും, sorry for again lapsing in Malayalam. At every stage, human kind innovates to make their lives easier, to make their lives more efficient. In the history of technology, it started with the personal computer. At that time also people said, oh my God, people will lose job, it will, create. And at every stage this has happened. Certainly AI is a very, very powerful technology which allows everybody to do more with less. More with less in the connotation, again Malayalam. More with less means there is a fear for job loss. Yes. But our expectation is that there will be no jobs lost. There will be a restructuring of the job roles. What a lot of people do today, which are automaton jobs, will be automated and will be AI led. But the same workforce will have to be reskilled and upskilled to do higher value work. So the size of the workforce will not change. But certainly the job roles within the workforce will continuously evolve. And that is the nature of the technology ecosystem in the next decade. Every year there will be a new change, disruption is the normal, and that you will have to keep adapting and learning. If you study today in university and you leave and you think you don't have to study again, you're wrong. Today after 35 years of tech, I still read and learn every day. So the reality of the workforce is that there is no permanent end point for studying. You start studying and you constantly study. The more you study, the more you learn, the more skills you have, the more successful you will be. Thank you, sir. Good afternoon, sir. I'm Caroline, and I'm a student of NIMS College of Nursing. So we were just talking about innovation at college level and industry level. So how can you bring innovation and capabilities at school level? At school level? Yes, sir. Oh, good question. And I think innovation and experiential learning is the way to create
innovators from the school level. When we studied in school, and I suspect all of us, we learned textbooks and we gave exams, and then we got 60 marks and then or 50 marks, or we failed or we passed. But the learning of the future is where you start learning skills at the school level itself. Yes, sir. So schools, for example, Atal Tinkering Labs, which our government, our Prime Minister has encouraged and put in every school, allows children at the school level to gain skills that will help them in college, help them when they go for higher studies. So Atal Tinkering Labs, Madhisanam, it is very, very important, for example, in schools for children to go, they should learn textbooks, but you should also have vocational skills. വൊക്കേഷണൽ സ്കിൽസിൽ ഒന്ന് ടെക്നോളജി സ്കിൽസ്, ഡിജിറ്റൽ സ്കിൽസ്. അതിന് കൂടെ ആഡ് ചെയ്തിട്ട് ഇഫ് യു വോണ്ട് ടു ആഡ് അതർ സ്കിൽസ്, അതും ശരിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ സ്കില്ലിംഗ് എന്ന് പറഞ്ഞത് കരിക്കുലമിന് ആഡ് ചെയ്തൊരു കരിക്കുലം ഇറ്റ്സ് എംബെഡഡ് ഇൻ ദ കരിക്കുലം. സോ ചിൽഡ്രൻ ക്യാൻ ലേൺ, ദേ ഡോണ്ട് ഹാവ് ടു ഓൺലി സ്റ്റഡി ആൻഡ് പ്രോഗ്രസ്. യു ക്യാൻ ഡു സ്കിൽസ് ആൻഡ് യു ക്യാൻ ഗോ വർക്ക് ഓറിയൻറ്റഡ്. സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ് ഇപ്പോൾ കരിക്കുലമിലായി. So you can pursue a career in sports. And the advantage is, let us say you do skills and you don't complete your 11th standard, you can come back with your credits in skills and pass your 12th and go back to college. So core thing is school skill പഠിപ്പിക്കുക, skill പഠിക്കുക, vocational skills പഠിക്കുക. അതൊരു വലിയ important issue ആണ്. ഞാൻ just for sharing with you, I am going to make sure that 10 schools in Tirunelveli get Atal Tinkering Labs. I'm announcing it tomorrow. Thank you, sir. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് 5ാം സ്റ്റാൻഡേർഡിലും 6th സ്റ്റാൻഡേർഡിൽ തന്നെ ടെക്നോളജി സ്കിൽസ് പഠിക്കാൻ ഒരു കേപ്പബിലിറ്റി വരും. എന്നിട്ട് അവരായിരിക്കും നെക്സ്റ്റ് ജനറേഷൻ ഇന്നോവേറ്റേഴ്സ്. Good afternoon, sir. Sir, my name is Sneha Jopi. I'm a first year PDS student of NICDS. Sir, actually it's not a question. You have seen certain plans which are implemented by our college, like the solar power plant, the water resource. So what are your suggestions regarding it to make it as more better? What better? In the better? To make it more better and innovative. What can I do to make the college better? No, sir, the projects we are done, that is solar power projects, water resource projects. So your suggestions to make it better. No, if I say better, then I am admitting that you are not doing well and there is something to better. അത് ഞാൻ admit ചെയ്യാൻ പോകുന്നില്ല. അല്ല, look, now to be serious, I had recently, and I'll share this with Faisal ji also, ഞാനൊരു 75 വൈസ് ചാൻസലറുടെ കൂടെ ഇരുന്ന്, you don't know Hindi or you know Malayalam, you know? Yes, yes. അറിയാം, ഓ ശരി. 75 വൈസ് ചാൻസലറുടെ കൂടെ ഇരുന്നിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. How do you rate your university or colleges better than the other college? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ ഡിഫറെൻറ്റ് കോളേജസ് ഞങ്ങൾ പ്ലേസ്മെൻറ്റ് ബേസിസ് ആണ്, ഞങ്ങൾ ജോബ് പ്ലേസ്മെൻ്റ് ആണ്. സംബഡി സെഡ് PhDs. സംബഡി സെഡ് ബേസ്ഡ് ഓൺ ഹൗ മെനി ഓഫ് അവർ സ്റ്റുഡൻസ് ഗോ അബ്രോഡ്. അങ്ങനെ വേറെ റെസ്പോൺസസ്. ദെൻ ഐ സജസ്റ്റഡ് ടു ദം, ആക്ച്വലി ഇതല്ല, ഇന്നത്തെ വേൾഡിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻറ്റ് ഇസ് സ്റ്റുഡൻസ് പഠിച്ചിട്ട് എന്ത് അക്കംപ്ലിഷ്മെൻറ്റ് ചെയ്യാൻ അവർക്ക് കേപ്പബിലിറ്റീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആണോ, ഇൻവെൻഷൻ ആണോ, റിസർച്ച് പേപ്പർ ആണോ, സംതിങ് ടാഞ്ചിബിൾ ഷുഡ് ബി ദെയർ ദാറ്റ് ദ സ്റ്റുഡൻറ്റ് സേസ് ദിസ് ഇസ് മൈ അക്കോംപ്ലിഷ്മെൻറ്റ്. വൺ ഓഫ് ദ തിങ്സ് ഇൻ ബൈ വേ ഓഫ് അക്കോംപ്ലിഷ്മെൻറ്റ്, ഒരു അക്കോംപ്ലിഷ്മെൻറ്റ് സ്റ്റാർട്ടപ്സ്. ഇതിൽ ഇൻക്യുബേഷനും സ്റ്റാർട്ടപ്സിനും കുറച്ച് വ്യത്യാസമുണ്ട്. ലാബിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജിയും കമേഴ്ഷ്യൽ ഗ്രേഡ് ടെക്നോളജി വേർ പുറത്തത്തെ ഇൻവെസ്റ്റേഴ്സ് വന്ന് ബാക്ക് ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നൊരു ടെക്നോളജി, അതിലൊരു വ്യത്യാസമുണ്ട്. ആ സ്കെയിലിൽ ആ ലെവലിൽ എത്തണം. അപ്പം ഇന്നിപ്പോൾ സാറ്റലൈറ്റ് കണ്ടല്ലോ, ഈ സാറ്റലൈറ്റ് ഉണ്ടാക്കുന്ന ടീമിന് എന്നെ മീറ്റ് ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ ആസ്ക് ഇസ് ഹൗ കമ്പറ്റീറ്റീവ് ഇസ് ദിസ് satellite in terms of performance with in the commercial class satellites. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഒന്ന് ലാബിൽ ചെയ്യുക, ഒന്ന് പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് ചെയ്യുക, അതൊന്ന്. ബട്ട് ആ ടെക്നോളജി, ആ കേപ്പബിലിറ്റീസിനെ എങ്ങനെ കൺസ്യൂമർ ഗ്രേഡ് ഓർ മാർക്കറ്റ് ഗ്രേഡ് ആക്കുക ആൻഡ് ഹാവ് റെക്കഗ്നിഷൻ ഓഫ് ഔട്ട്സൈഡ് ഇൻവെസ്റ്റേഴ്സ് ദാറ്റ് ദിസ് ഇസ് ട്രൂലി യുണീക്ക്. ദാറ്റ് ഈസ് ദ
gap between excellent and good. Thank you, sir. Sir, myself Afraid. The last question. Myself Afraid from BTech Information Technology with Cyber Forum Signature. Sir, my question is the government planning to foster cyber security startup and entrepreneurship in India? അതെ ഉണ്ട്, യെസ്. അത് അല്ലല്ല, ജോക്കല്ല, ഇത് എൻജിനീയറിങ് കഴിഞ്ഞിട്ട് മൈ സജഷൻ ഇസ് അതിൽ ആ ഏരിയയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സൈബർ സെക്യൂരിറ്റിയിൽ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഏരിയയാണ്. ഇന്ത്യ ഇപ്പോൾ ഏറ്റവും ലാർജസ്റ്റ് കണക്റ്റഡ് കൺട്രിയാണ് വേൾഡിൽ. 2026 ആവണ ടൈമിൽ നമ്മൾ 120 കോടി ആൾക്കാരെ ജനങ്ങളായിരിക്കും ഇന്ത്യൻ ഇൻ്റർനെറ്റിന്. അതിൽ ഏറ്റവും വലിയ ചാലഞ്ചായിരിക്കും സൈബർ സെക്യൂരിറ്റി ആൻഡ് സൈബർ ഫ്രോഡ്. അതിൻ്റെ AI യൂസും അതിൻ്റെ AI ബേസ്ഡ് ടൂൾസ് ഫോർ സൈബർ സെക്യൂരിറ്റി, സൈബർ ഫ്രോഡ് ഡിറ്റക്ഷൻ, അതൊരു മുഴുവൻ ഒരു പുതിയ വേൾഡാണ്. അതിൽ വളരെ പൊട്ടൻഷ്യലും ഉണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ സ്കീംസും ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ സ്റ്റാർട്ടപ്സിന്. ഞാൻ എൻകറേജ് ചെയ്യുന്നു, അതൊരു ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ ആണെങ്കിൽ അത് ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഏരിയ. Good afternoon, sir. I would say that was an excellent, wonderful way of interacting with the youth of today. Let me introduce myself first. I'm Dr. Anish. I head the genomics lab here. And we basically have 4 verticals, two of which is, one of which is training and the other one is diagnostics. So you are the Minister for Skill Development and you are also the Minister for Electronics and IT. So in both ways, our next generation sequencing technology, as you know, is completely based on semiconductors. So on that side of the platform, and as well as for upskilling, because I think it's not just bringing the technology to use in grassroots levels, it's also developing the manpower for running those instruments, which is a requirement currently. So how do you think, as a minister for skill development as well as a minister for electronics and information technology, how do you think you can support our center, which is there which is part of the university and housed here inside the hospital? How do you think you can help us take it forward and foster better manpower and healthcare for the commoners here in Kerala? I can help in many ways. I mean, I am unfortunately not like a restaurant with a menu card. But if you have ideas, I've certainly, and I spoke about synthetic biology on the way back, on the way here, interdisciplinary courses between the medical college and the medical students and engineering and AI. Artificial intelligence is going to completely change the way we do healthcare, diagnostics, preventive healthcare. So many areas are there. You have to pick a sweet spot. You have to pick your area that you want to create deep capabilities and come to us and we will be more than happy to help you. So is there any scheme running currently in which we can? Look, because there are schemes and there are ways of engaging with the government to develop a scheme. Right, exactly. Ready-made item undavalla, but we are happy to sit with you and evolve ways of supporting you. Right. Thank you for that, both. Thank you. താങ്ക് യു വെരി മച്ച് സർ. നാനാജി ദേശ്മുഖിൻ്റെ നാമത്തിലുള്ള നാനാജി സാറ്റ് അതിൻ്റെ ഫലകം പ്രകാശനം ചെയ്യുവാനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിക്കുന്നു. ഫലകം ഏറ്റുവാങ്ങുവാൻ ബഹുമാനപ്പെട്ട ശ്രീ ഫൈസൽ ഖാൻ MD ക്ഷണിക്കുന്നു. Pro VC of Nish for their technical presentations, which were the highlights of today's function. Thank you so much, and thank you all for being here. Thank you all for being being a part of such a wonderful occasion. Thank you, one and all, teachers of Nurul Islam institutions, all the students, NIMS Medicity staff, and all the other dignitaries present today. Thank you so much.
യോഗ പരിപാടികൾ അവസാനിക്കുന്നു. ലെറ്റ് us all stand for national anthem.